ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ടീം ഷെഖേനയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ഈറ്റുനോവിൻ്റെ കാലം ഈ ശുശ്രൂഷയുടെ 39-ാം ദിനത്തിലേക്ക് നാം എല്ലാവരും എത്തിയിരിക്കുകയാണ്. ഷെഖേന ന്യൂസിലൂടെ ഈ ഒരു സമയത്ത് ഇപ്രകാരം ഈ ഒരു ശുശ്രൂഷ നമുക്കായി നൽകിയ കർത്താവിനോട് നന്ദിയുള്ളവരാകാം. കാലത്തിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് ആത്മരക്ഷയ്ക്കും ആത്മാക്കളെ രക്ഷയ്ക്കുമായി നമ്മുടെ ജീവിതങ്ങളെ ത്രിയേക ദൈവത്തിന് സമർപ്പിക്കുവാനായി സ്വർഗം സജ്ജമാക്കിയ ശുശ്രൂഷയാണ് ഈറ്റുനോവിൻ്റെ കാലം. നിങ്ങൾക്കേവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി പറയാണ് ഈശോയുടെ നാമത്തിൽ. നിങ്ങൾ ഒത്തിരിയേറെ പേരെ വളരെ വില കൊടുത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അനേകരെ ടീം ഷെഖേനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പലരും വ്യക്തിപരമായി എന്നെ ഫോൺ ചെയ്തും ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് അറിയിച്ചു. ഈ ഒരു സമയത്ത് പ്രകാരം ഒരു ശുശ്രൂഷ ഞങ്ങൾക്കായി തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, എല്ലാം കർത്താവിൻ്റെ കരുണയാണ്, നമ്മോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് നമ്മൾ ഈ ദിനങ്ങളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പെന്തക്കോസ്തയ്ക്ക് വേണ്ടി നമ്മൾ ഏറ്റവും അടുത്ത ഒരുക്കത്തോടെ ഒരുങ്ങുകയാണ്. 40 ദിനങ്ങളിലായി തിരുവചനം കേട്ടും ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്തും കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ സ്തുതിച്ച് ആരാധിച്ചും മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെയെല്ലാം നമ്മൾ പുതിയ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ്. വലിയ ആഗ്രഹത്തോടെ ഹൃദയം തുറന്ന് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിവിധ ദേശങ്ങളിലും രാജ്യങ്ങളിലുമായിരുന്നു ഒത്തിരിയേറെ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിലൊക്കെ 10,000-കണക്കിന് ദൈവമക്കള് ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങൾക്കേവർക്കും ആശംസിക്കുകയാണ്. 118-ാം സങ്കീർത്തനം 17-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, ഞാൻ മരിക്കുകയില്ല, ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. സങ്കീർത്തകൻ്റെ ഉറച്ച നിലപാടായിരുന്നത്, ഞാൻ മരിക്കുകയില്ല, എൻ്റെ ആത്മാവിന് നാശം വരുത്താൻ ഞാൻ ഒന്നിനെയും അനുവദിക്കുകയില്ല, ഞാൻ ജീവിക്കും, പരിശുദ്ധാത്മാവിൽ ജീവിക്കും, ഞാൻ നിത്യജീവൻ്റെ ജീവിതം നയിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. ഈറ്റുനോവിൻ്റെ കാലം ഇത് സാക്ഷ്യത്തിൻ്റെ കാലമാണ്. കർത്താവിനും കർത്താവിൻ്റെ പരിശുദ്ധ സഭയ്ക്കും ധീരതയോടെ നമ്മൾ സാക്ഷ്യം നൽകേണ്ട സമയമാണ് ഈറ്റുനോവിൻ്റെ കാലം. ഈ കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ഇവാഞ്ചലൈസേഷനായി, ആത്മരക്ഷയ്ക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, തലമുറകളെ, നമ്മുടെ സാധ്യതകൾ, സ്വർഗം തന്നിരിക്കുന്ന നിരവധിയായ അവസരങ്ങൾ, നമ്മുടെ മുൻപിലുള്ള വിവിധങ്ങളായിട്ടുള്ള വഴികൾ, വാതിലുകളെല്ലാം ഇവാഞ്ചലൈസേഷന് വേണ്ടി, ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി സന്തോഷത്തോടെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ സ്വർഗം നമ്മോട് സംസാരിക്കുന്ന പ്രവചന സന്ദേശം എന്താണ്? ഈ കാലം സുവിശേഷവൽക്കരണത്തിനുള്ള സമയമാണ്. ഇത് ഇവാഞ്ചലൈസേഷനുള്ള സമയമാണ്. മറ്റേത് നാളുകളേക്കാൾ ഉപരി കർത്താവിൻ്റെ ജനം സുവിശേഷ വേലയ്ക്കായി തങ്ങളെ തന്നെ സജ്ജമാക്കേണ്ട കാലമാണ് ഈറ്റുനോവിൻ്റെ കാലം. സങ്കീർത്തകൻ വിളിച്ചു പറയുകയാണ്, ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും, എനിക്ക് അതിൽ ലജ്ജയില്ല, ഞാൻ മരിക്കുകയില്ല, ഞാൻ കർത്താവിൽ ജീവിക്കും. ഈ വചനത്തിൻ്റെ കൃപ സ്വീകരിക്കാം. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് അതിനായിട്ട് ഒരുക്കാം. എൻ്റെ സഹോദരങ്ങളെ, ഇനി നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും നമുക്കായി കാത്തിരിക്കുന്നില്ല. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ. സമയം ആസന്നമായിരിക്കുന്നു. വെളിപാട് 22:10 നമ്മൾ കാണുന്നു, സമയം അടുത്തിരിക്കുന്നു. 1 കൊരിന്തോസ് 9:27 നമ്മൾ കാണുന്നു, സമയം വളരെ പരിമിതമാണ്. വളരെ പരിമിതമായ സമയത്ത്
നമുക്ക് ആത്മാവിൻ്റെ ധീരതയോടെ, ആത്മശക്തിയോടെ അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ ഒരു യാഗമായി കർത്താവിന് സമർപ്പിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 20-ാം വചനത്തിൽ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. അങ്ങനെ കർത്താവിൻ്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിൻ്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. എഫെസസ് പട്ടണത്തിൽ ചെന്ന് അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മ നിറവിൽ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുകയാണ്. ആ പട്ടണത്തിൻ്റെ മേൽ ആത്മാവ് ഇറങ്ങി വന്നു. ശക്തമായ ആത്മപകർച്ചയുണ്ടായി. പൈശാചിക ശക്തികൾ അനേകരെ വിട്ടുപോയി. സാത്താൻ കോട്ടകൾ തകർന്നു. പൗലോസിന്റെ കരങ്ങൾ വഴി അസാധാരണമായ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മ പ്രവർത്തിച്ചു. വലിയ ഡെലിവറൻസുകൾ ഉണ്ടായി, മാനസാന്തരങ്ങൾ ഉണ്ടായി, അത്ഭുത രോഗശാന്തികൾ ഉണ്ടായി. ദൈവത്തിന്റെ വചനം പറയാണ്, ഈ വിധം ആത്മാവിന്റെ പ്രവർത്തനം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? കർത്താവിന്റെ വചനം ആ ദേശത്ത് വിപുലമായി പ്രചരിക്കുവാൻ സ്വർഗ്ഗം ഇടവരുത്തി. ഹല്ലേലൂയ. എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന നാളുകളിൽ, ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ വചനത്തിന് വിപുലമായ പ്രചാരം ലഭിക്കണം. അനേകം ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ ദൈവവചനത്തിനായി വാതിലുകൾ തുറക്കപ്പെടണം. പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ, പരിശുദ്ധാത്മാവ് ഇടപെടണമേ. പുതിയ പെന്തക്കോസ്തിന്റെ തീക്കാറ്റായി ഞങ്ങളുടെ മേൽ വീശണമേ. പെന്തക്കോസ്തിന്റെ തീയായി ഞങ്ങളിൽ കത്തണമേ. ആത്മാവിന്റെ തീമഴയായി ഞങ്ങളിൽ പെയ്തിറങ്ങണമേ. നമുക്ക് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? എത്ര പേര് ഹൃദയം തുറന്ന് അതിനായി ആഗ്രഹിക്കുന്നു? ആത്മാവിന്റെ ഒരു പുത്തൻ പെന്തക്കോസ്തയ്ക്കായി, ഒരു പുതിയ ഇവാഞ്ചലൈസേഷനായി, നവസുവിശേഷവൽക്കരണത്തിനായി, സുവിശേഷവൽക്കരണത്തിന്റെ തീക്കാറ്റ് നമ്മുടെ കുടുംബങ്ങളിൽ വീശുവാൻ, ദേശങ്ങളിൽ വീശുവാൻ, ലോകം മുഴുവൻ അത് വീശി അടിക്കുവാൻ നമ്മുടെ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് സുവിശേഷവൽക്കരണത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ദൈവവചനത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നിത്യതയുടെ ആത്മാവാണ്. നമ്മൾ ഒന്നിച്ചൊന്നിച്ച് വിളിക്കുകയാണ്. ഇരു കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സുവിശേഷവൽക്കരണത്തിന്റെ തീക്കാറ്റിനാൽ ലോകമുണർത്തപ്പെടുവാൻ, ദേശങ്ങൾ നവീകരിക്കപ്പെടുവാൻ, സഭ അതിനായി പുതുക്കപ്പെടുവാൻ, കുടുംബങ്ങൾ സജ്ജമാക്കപ്പെടുവാൻ, അനേക യുവജനങ്ങളും കുഞ്ഞുങ്ങളും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ഇവാഞ്ചലൈസേഷനായി മുന്നോട്ട് വരുവാൻ, ദമ്പതിമാരി അഭിഷേകം ഏറ്റെടുക്കുവാൻ. ഓ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആത്മാവേ സ്തുതിക്കുന്നു. കുടുംബങ്ങളിലായിരിക്കുന്നവരെ, വിവിധ ദേശങ്ങളിലായിരിക്കുന്നവരെ ശംഖ് തുറന്ന് വിളിക്കേ, ആത്മാവിനെ വിളിക്കേ. ഈ അഭിഷേകത്തിന്റെ തീമഴ നമ്മിൽ പെയ്തിറങ്ങട്ടെ. ഈ അഭിഷേകത്തിന്റെ തീക്കാറ്റ് നമ്മിൽ വീശിയടിക്കട്ടെ. ഇതിനെതിരെ നിലകൊള്ളുന്ന അന്ധകാര ശക്തികള്, ഇവാഞ്ചലൈസേഷനെ തടസ്സപ്പെടുത്തുന്ന, സുവിശേഷ പ്രവർത്തനങ്ങളെ തടയുന്ന നാരകീയ ശക്തികള്, പൈശാചിക രൂപികള്, സാത്താന്യ പീഡകള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള് പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തിയാ, ദൈവവചനത്തിന് അനന്ത ശക്തിയാ, കർത്താവായ യേശുവിന്റെ തിരുബലിയുടെ അനന്ത യോഗ്യതയാൽ ശക്തിയാൽ ഇപ്പോൾ ഈ സമയം ഛിന്ന ഭിന്നമായി പോകട്ടെ. കരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്ന ആത്മാവേ, ദാഹത്തോടെ വിളിച്ച്, വിശ്വാസത്തോടെ വിളിച്ച് പരിശുദ്ധാത്മാവേ, സുവിശേഷവൽക്കരണത്തിന്റെ തീയായി ഞങ്ങളിൽ കത്തണമേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. സ്പിരിറ്റ് മൂവ്. സ്തുതിക്കുന്ന കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളിലേക്ക് ആത്മാവേ വരണമേ, ആത്മാവേ വരണമേ. കുടുംബങ്ങളിലേക്ക് വരണമേ, സമൂഹങ്ങളിലേക്ക് വരണമേ, ദേശങ്ങളിലേക്ക് വരണമേ, രാജ്യങ്ങളിലേക്ക് വരണമേ, തിരുസഭയിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഓ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആമേൻ. ശക്തിയോടെ കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് ദേശങ്ങളുടെ റിവൈവലിന് വേണ്ടി ലോകം മുഴുവനിലും സുവിശേഷത്തിന്റെ തീ പടരുവാൻ, അനേകം ആത്മാക്കൾ നിത്യജീവൻ പ്രാപിക്കുവാൻ
ഇവാഞ്ചലൈസേഷൻ സംഭവിക്കുവാൻ, ആത്മാക്കൾ വീണ്ടെടുക്കപ്പെടുവാൻ, അനേകർ ആത്മരക്ഷയിലേക്ക് കടന്നു വരുവാൻ നമ്മൾ ഒന്നിച്ചു പാടി പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങളും കുഞ്ഞുങ്ങളും പരിശുദ്ധാത്മാവിൽ നിറയട്ടെ, കുടുംബങ്ങൾ ആത്മാവിൽ നിറയട്ടെ, സമർപ്പിത ആത്മാവിൽ നിറയട്ടെ, വന്യവൈദികർ ആത്മാവിന്റെ തീക്കാറ്റുകളായി മാറട്ടെ. കരമടിച്ചു പാടുന്നു. ഉണർവിൻ കാറ്റ് വീശുന്നല്ലോ, പുതുതലമുറ ഇത് എഴുന്നേൽക്കുന്നു. ആത്മാവിന്റെ ജനറേഷൻ, പരിശുദ്ധാത്മാവിന്റെ പുതുതലമുറ. ഉണർവിൻ കാറ്റ് വീശുന്നല്ലോ, പുതുതലമുറ ഇത് എഴുന്നേൽക്കുന്നു. ആമേൻ. വീശുന്നല്ലോ, അത് വിശ്വസിച്ച് പാടിക്കുക എല്ലാവരും. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം യേശുവിനായി. കർത്താവിനും കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ആത്മപ്രവൃത്തികൾ. സഭ വളരട്ടെ, ലോകം കാണട്ടെ ആത്മപ്രവൃത്തികൾ. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ആത്മപ്രവൃത്തികൾ. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചേ വിളിച്ചേ, സംഘത്തോട് വിളിച്ചേ. പരിശുദ്ധാത്മ അഭിഷേകത്തിനായി ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ, തീ നമ്മിൽ കത്തട്ടെ, കത്തട്ടെ, കത്തട്ടെ. സുവിശേഷവൽക്കരണത്തിന്റെ തീ, ഇവാഞ്ചലൈസേഷന്റെ തീ, വചനത്തിന്റെ തീ നമ്മിൽ ആളി കത്തട്ടെ. വീണ്ടും കരമടിച്ച് കരമടിച്ച് ഇരുവശങ്ങളിലേക്ക് കരങ്ങളടിച്ച് ആത്മാവിൽ നിന്ന് മൂവ് ചെയ്ത്. യെസ്, ആമേൻ. ഉണർവിൻ കാറ്റ് വീശുന്നല്ലോ, പുതുതലമുറ ഇത് എഴുന്നേൽക്കുന്നു. ആത്മാവിന്റെ തലമുറ, അഭിഷേക തലമുറ, ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം നാം യേശുവിനായി. ദർശനത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം നാം യേശുവിനായി. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ പ്രവൃത്തികൾ. ദേശമുണരട്ടെ, ആത്മാവിനാൽ ദേശങ്ങൾ ഉണരട്ടെ, രാജ്യങ്ങൾ ഉണരട്ടെ ആത്മപ്രവൃത്തികൾ. പോയിടാം നമുക്കൊന്നായി ആത്മാക്കളെ നേടിയിടാം, സത്യസുവിശേഷത്തിന്റെ സാക്ഷിയായിടാം. പോയിടാം നമുക്കൊന്നായി ആത്മാക്കളെ നേടിയിടാം, സത്യസുവിശേഷം. ഒന്ന് പരസ്പരം പരസ്പരം പറഞ്ഞു പാടിയ എല്ലാവരും. ആത്മാക്കളെ നേടിയിടാം, സത്യസുവിശേഷത്തിന്റെ സാക്ഷിയായിടാം. പോയിടാം നമുക്കൊന്നായി സത്യസുവിശേഷത്തിന്റെ ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ആത്മപ്രവൃത്തികൾ. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ അഭിഷേകം ആയിരങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക് കാട്ടുതീ പോലെ പടരുവാൻ, ദേശങ്ങളിലേക്ക് വ്യാപരിക്കുവാൻ, രാജ്യങ്ങളിലേക്ക് ഒഴുകപ്പെടുവാൻ, ഭൂഖണ്ഡങ്ങളിൽ നിറയുവാൻ, തിരുസഭയിലെല്ലാം ഇത് ശക്തിയോടെ ആഞ്ഞടിക്കുവാൻ, ഈ അഭിഷേകത്തിന്റെ കാറ്റാഞ്ഞ് വീശുവാൻ, ഈ അഭിഷേകത്തീ കത്തിപ്പടരുവാൻ നമ്മൾ ഒന്നിച്ച് കരമുയർത്തി വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, ആത്മാവേ, 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 ഇവാഞ്ചലൈസേഷനായി ഞങ്ങൾ ഉണർത്തണമേ, ഇവാഞ്ചലൈസേഷനായി ഞങ്ങൾ അനോയിന്റ് ചെയ്യണമേ. തിരുസഭ മുഴുവന്റെ മേലും സുവിശേഷവൽക്കരണത്തിന്റെ തീയിടുക, തീയിടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളെ ചൂടുപിടിപ്പിക്കണമേ, യുവജനങ്ങളെ തീ പിടിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, 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 കർത്താവിന്റെ ആഗമനത്തെ ത്വരിതപ്പെടുത്തുവാൻ സുവിശേഷവൽക്കരണത്തെ പ്രബലപ്പെടുത്തണമേ, അനേകർ ഉണർത്തണമേ. ദൈവവേലയ്ക്കായി സുവിശേഷ വേല ചെയ്യാൻ പതിനായിരങ്ങൾ അഭിഷേകം ചെയ്ത് ഉണർത്തണമേ. Spirit move,
ആമേൻ. ഓ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. കർത്താവ്, ഞങ്ങളത് വിശ്വസിക്കുന്നു. നിനക്കാത്ത ഈ പ്രത്യാശ ഞങ്ങൾ ഏറ്റുപറയുന്നു. മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. കർത്താവായ യേശുവിലും തിരുസഭയിലും സഭയുടെ സത്യപ്രബോധനങ്ങളിലും വിശ്വാസ സത്യങ്ങളിലുമുള്ള നമ്മുടെ വ്യക്തിപരമായ വിശ്വാസം ബോധപൂർവ്വ ഉച്ചത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. 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 നമുക്കെല്ലാവർക്കും ശാന്തമായി കർത്താവിന്റെ സന്നിധിയിലിരിക്കാം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈറ്റുനോവിൻ്റെ കാലം ഈ ശുശ്രൂഷയുടെ 39-ാം ദിനത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തെ സ്വീകരിക്കുവാൻ ദൈവത്തിന് മുൻപിലായിരിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 8-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. ഈറ്റുനോവിൻ്റെ കാലം, ഈ കാലത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്, ഇത് ലോക സുവിശേഷവൽക്കരണത്തിനുള്ള കാലമാണ്. വേൾഡ് ഇവാഞ്ചലൈസേഷനുള്ള സമയമാണ് ഈറ്റുനോവിൻ്റെ കാലം. ഇന്ന് ലോകത്തിലും സഭയിലും നമ്മൾ കാണുന്ന വിവിധങ്ങളായ അടയാളങ്ങളും മാറ്റങ്ങളും പ്രതിസന്ധികളെല്ലാം എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത്? അർജൻസി ഓഫ് ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണത്തിൻ്റെ അത്യാവശ്യകതയാണ് ഈ അടയാളങ്ങളെല്ലാം നമ്മോട് സംസാരിക്കുന്നത്. നമ്മുടെ കർത്താവ് ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, അവിടുത്തെ ആഗമനത്തിൻ്റെയും യുഗാന്ത്യത്തിൻ്റെയും അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം. ഈ ചോദ്യത്തിന് മറുപടിയായി കർത്താവ് കൃത്യമായ പല അടയാളങ്ങളും തൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകുകയാണ്. അതിൽ ഇപ്രകാരം ഈശോ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാം തിരുവചനം, എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. നമ്മുടെ കർത്താവ് പറഞ്ഞ വളരെ ശ്രേഷ്ഠമായ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടും. അതിനുശേഷം അന്ത്യമാഗതമാകും. കർത്താവിൻ്റെ പ്രത്യാഗമനത്തിന് മുൻപ് ലോക ജനതയിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടും. എല്ലാ ജനപദങ്ങളോടും കർത്താവിൻ്റെ സുവിശേഷം പ്രസ്താവിക്കപ്പെടും. അതിനുശേഷം മാത്രമാണ് കർത്താവിൻ്റെ പ്രത്യാഗമനം സംഭവിക്കുന്നത്. വേൾഡ് വൈഡ് ഇവാഞ്ചലൈസേഷൻ. ലോക ചരിത്രത്തിലും സഭാചരിത്രത്തിൽ തന്നെ മറ്റേത് നാളുകളേക്കാൾ ഉപരി സുവിശേഷവൽക്കരണം വളരെയധികം ശക്തിപ്പെടേണ്ട ഒരു സമയമാണിത്. അനേകം ആത്മാക്കളെ സുവിശേഷം അറിയിച്ച് കർത്താവായ യേശുവിൻ്റെ നിത്യമായ രക്ഷയിലേക്ക് അസംഖ്യം ആത്മാക്കളെ നമ്മൾ നയിക്കേണ്ട സമയമാണ് ഈറ്റുനോവിൻ്റെ കാലം.
നമ്മുടെ കർത്താവ് സാർവത്രിക സഭയ്ക്ക് നൽകിയിരിക്കുന്ന യൂണിവേഴ്സൽ മിഷൻ എന്താണ്? വിശുദ്ധനായ പോൾ 6-ാമൻ മാർപ്പാപ്പ ഒരു പ്രവാചക ശബ്ദത്തോടെ സഭാമക്കളെ പഠിപ്പിക്കുന്നുണ്ട്. മാർപ്പാപ്പ ഇപ്രകാരം പറയുകയാണ്: എല്ലാ ആളുകളെയും സുവിശേഷവൽക്കരിക്കുക എന്നത് സഭയുടെ അടിസ്ഥാന ദൗത്യമാണ്. ഇന്നത്തെ സമൂഹത്തിൻ്റെ വിശാലവും ഗഹനവുമായ മാറ്റങ്ങൾ ആ ദൗത്യത്തെ കൂടുതൽ അടിയന്തരമാക്കുന്നു. വാസ്തവത്തിൽ സഭയുടെ കൃപയും വിളിയുമാണ് സുവിശേഷവൽക്കരണം. അത് അവളുടെ ആഴമേറിയ സ്വത്വമാണ്. സുവിശേഷവൽക്കരിക്കാൻ വേണ്ടിയാണ് സഭയുടെ നിലനിൽപ്പ്. എത്ര ശക്തമായ ഭാഷയിലാണ് സഭയുടെ പ്രവാചക ദൗത്യത്തെക്കുറിച്ച് വിശുദ്ധനായ പോൾ 6-ാമൻ മാർപ്പാപ്പ സഭാ മക്കളായി നമ്മൾ അറിയിക്കുന്നത്. കർത്താവ് ഈ ഭൂമിയിൽ സഭയെ നിർത്തിയിരിക്കുന്നത് തൻ്റെ സുവിശേഷം എല്ലാ ജനതകളോടും പ്രഘോഷിക്കുവാനാണ്. അങ്ങനെ എല്ലാ ജനപദങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നിത്യരക്ഷയിലേക്ക് നയിക്കുവാനാണ്. സഭ ഈ ഭൂമിയിൽ നിലകൊള്ളുന്നത് സുവിശേഷം പ്രഘോഷിക്കുവാനാണ്, ഇവാഞ്ചലൈസേഷൻ നടത്തുവാനാണ്. സഭയുടെ നിലനിൽപ്പ് തന്നെ ഇവാഞ്ചലൈസേഷന് വേണ്ടിയാണ്. അത് സഭയുടെ കൃപയും വിളിയുമാണെന്ന് മാർപ്പാപ്പ എടുത്തു പ്രസ്താവിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. സാർവത്രിക സഭയ്ക്ക് കർത്താവ് നൽകിയ യൂണിവേഴ്സൽ മിഷൻ, ആഗോളമായ ദൗത്യം എന്താണ്? മാർക്കോസിന് സുവിശേഷം 16:15 നമുക്ക് സുപരിചിതമായ വചനമാണ്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി. നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ജനമുള്ളിടത്തേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് നാം കർത്താവിനെ കൊടുക്കണം. അതിനുള്ള സമയമാണ് സഹോദരങ്ങളെ. നമ്മുടെ ആത്മീയ മന്ദതയും സുവിശേഷവൽക്കരണത്തിലുള്ള ബന്ധത്തിൽ നമ്മുടെ നിസ്സംഗതയും നിഷ്ക്രിയത്വവും ഇന്ന് അനേകം ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് അത് കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് അനേകം ആത്മാക്കൾക്ക് നാശം സംഭവിക്കുന്നത് നമ്മുടെ ആത്മീയ മന്ദതയാണ്. നമ്മൾ ദൗത്യം മറന്ന് ജീവിക്കുകയാണ്. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ അറിയാതെ പോവുകയാണ്. ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത് ഇവാഞ്ചലൈസേഷന് വേണ്ടിയാണ്. കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആത്മാക്കളെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിന് വേണ്ടിയും മറ്റൊന്നിനു വേണ്ടിയല്ല. കർത്താവിൻ്റെ മനസ്സ് മുഴുവൻ ആത്മാക്കളുടെ രക്ഷയിലാണ് ഇരിക്കുന്നത്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 20:21 നമ്മുടെ കർത്താവ് പറഞ്ഞു, യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവൻ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവൻ അയച്ചതുപോലെ ഞാനും ഞാൻ നിങ്ങളെയും എൻ്റെ വചനത്തിനു വേണ്ടി, സുവിശേഷം പ്രഘോഷണത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ അയക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ദൗത്യം നമ്മൾ മറന്നു പോകരുത്. ഇനി അധികം സമയമില്ല, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ. ഇത് മനസ്സിലാക്കിയ പിശാച് അരിശം കൊണ്ട് അവൻ്റെ എല്ലാ റിസോഴ്സും ഉപയോഗിച്ച് അസംഖ്യം ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ മറുഭാഗത്തെ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഞാനും നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പലപ്പോഴും നമ്മുടെ നിസ്സംഗതയല്ലേ ഇത് അനേകം ആത്മാക്കൾക്ക് നാശം സംഭവിക്കാനുള്ള കാരണം. സ്വർഗത്തിന്റെ വേദനയാണിത്, സ്വർഗത്തിന്റെ ദുഃഖമാണിത്. പരിശുദ്ധ അമ്മ മാതാവ് അനേകം ഇടങ്ങളിൽ രക്തക്കണ്ണീരൊഴുക്കി ഇന്ന് അമ്മ വേദനയോടെ കരയുന്നുവെങ്കിൽ അതിന് കാരണം നമ്മുടെ ആത്മീയ മന്ദതയാണ്. പ്രിയപ്പെട്ടവരെ, ഇവാഞ്ചലൈസേഷനായി വിളിക്കപ്പെട്ട നമ്മൾ ഇവാഞ്ചലൈസേഷൻ ചെയ്യാതെ നമ്മൾ നമ്മുടേതായ വ്യഗ്രതകളിൽപ്പെട്ട് മുന്നോട്ട് പോകുന്നു. നമ്മുടേതായ വ്യഗ്രതകൾ, നമുക്ക് ഈ ലോകത്തിൽ നേടിയെടുക്കേണ്ട ജീവിത വ്യഗ്രതകളിൽപ്പെട്ട് നമ്മൾ പലപ്പോഴും ഈ ശ്രേഷ്ഠമായ ദൗത്യവും വിളിയും മറന്ന് നമ്മൾ ജീവിക്കുകയാണ്. ഇവിടെയാ പിശാച് വിജയിക്കുന്നത്. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങൾ അയക്കുകയാണ്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 24 46-47 വചനങ്ങളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എല്ലാ ജനതകളോടും. ശ്രദ്ധിച്ച്, ക്രൈസ്തവരോട് മാത്രമല്ല, എല്ലാ ജനപദങ്ങളോടും കർത്താവിൻ്റെ സുവിശേഷം, കർത്താവ് യേശു നൽകിയ നിത്യരക്ഷ, ഈശോ നൽകിയ നിത്യജീവൻ ഇത് പ്രഘോഷിക്കപ്പെടണം.
ഞാൻ എല്ലാ ജനങ്ങളെയും കർത്താവായ യേശുവിൻ്റെ ഇറ്റേണൽ സാൽവേഷനിലേക്ക്, നിത്യമായ രക്ഷയിലേക്ക് നമ്മൾ നയിക്കണം. സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനവും പ്രഥമവുമായ ഉത്തരവാദിത്വമെന്ന് നമ്മൾ മറന്നു പോകരുത്. ഈറ്റുനോവിൻ്റെ കാലത്തിൽ നമ്മൾ സുവിശേഷവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ സമയത്തെ ചിന്തിക്കുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭങ്ങൾ മാത്രമാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഈ പീഡനങ്ങൾ, ക്ലേശങ്ങൾ, വ്യാജപ്രബോധകര്, കള്ളക്രിസ്തുമാര്, പാപമ്ലേച്ഛതയുടെ അതിപ്രസരങ്ങൾ, ദൈവനിഷേധം, ദൈവദൂഷണം, വിശ്വാസത്യാഗം, പ്രകൃതിക്ഷോഭങ്ങൾ, ഭീകര പ്രവർത്തനങ്ങൾ, ലോകവ്യാപകമായ അക്രമങ്ങൾ, ഭൂകമ്പങ്ങൾ, പകർച്ചവ്യാധികൾ, മഹാമാരികൾ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, നിങ്ങൾ ആകുലപ്പെടേണ്ട, ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. സഹോദരങ്ങളെ, ഇതിലൂടെ എല്ലാം സ്വർഗം വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രവചന സന്ദേശമാണ് ഈ ഒരു സമയം. ലോക സുവിശേഷവൽക്കരണത്തിനുള്ള സമയമാണ്, ഇവാഞ്ചലൈസേഷനുള്ള സമയമാണ്. ഈ സമയം തിരിച്ചറിയാതെ പോകരുത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, എല്ലാ സമയവും ഒരുപോലെയല്ല. ചിലപ്പോൾ ഒരു മിനിറ്റിന് 10 മണിക്കൂറിനേക്കാൾ വിലപ്പെട്ട സമയങ്ങൾ വരും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, ഒരു മിനിറ്റ് മുമ്പ് എത്തിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താമായിരുന്നു. പക്ഷേ യാതൊരു ചാൻസുമില്ല, ഇനി രക്ഷയില്ല. അപ്പോൾ ഒരു മിനിറ്റിന് എന്തുമാത്രം വിലയുള്ള സമയങ്ങളുണ്ട്. നമ്മളായിരിക്കുന്ന ഈ ഒരു സമയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ഈ ഒരു കാലത്തിൻ്റെ പ്രത്യേകത നമ്മൾ തിരിച്ചറിയണം. അതറിയാത്ത ബോഷന്മാരായി നമ്മൾ മാറരുത്. കർത്താവ് പറഞ്ഞു, ഇതറിയാത്ത ബോഷന്മാരാണോ നിങ്ങൾ? നമ്മൾ ദൈവിക ജ്ഞാനമുള്ളവരാകണം, ദൈവാലോചനയിൽ നടത്തപ്പെടുന്നവരാകണം, പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ തീയുള്ള ആത്മാക്കളായി നമ്മൾ മാറണം. ഇതാണ് നമ്മളെക്കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ തിരുഹിതം. ഈ കാലഘട്ടത്തിൽ നമ്മൾ സുവിശേഷവൽക്കരണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന്, എൻ്റെ സഹോദരങ്ങളെ, ഈറ്റുനോവിൻ്റെ കാലം, ഈ കാലം ഇത് കൊയ്ത്തിൻ്റെ കാലമാണ്. ഇത് വിളവെടുപ്പിൻ്റെ സമയമാണ്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, കർത്താവ് തൻ്റെ സഭയെ ഒരു ഫൈനൽ ഹാർവെസ്റ്റിന് വേണ്ടി, ഒരു അന്ത്യകാല കൊയ്ത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഈറ്റുനോവിൻ്റെ കാലം. ലോകം ഇതുവരെ കാണാത്ത, തിരുസഭ ഇതുവരെ ദർശിക്കാത്ത വലിയ ആത്മാക്കളുടെ കൊയ്ത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് തൻ്റെ സഭയെ നയിക്കാൻ പോകുന്നത്. അത് പുതിയ പെന്തക്കോസ്തയിലൂടെ, ദ്വിതീയ പെന്തക്കോസ്തയിലൂടെ സംഭവിക്കുമെന്ന് പലയിടങ്ങളിലും പരിശുദ്ധ അമ്മമാത പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിൻ്റെ ഈ പ്രവചനം നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഇത് കൊയ്ത്തിൻ്റെ സമയമാണ്, വിളവെടുപ്പിൻ്റെ കാലമാണ് സഹോദരങ്ങളെ, ഈറ്റുനോവിൻ്റെ സമയം. വെളിപാട് പുസ്തകം 14:15 അപ്പോസ്തലൻ യോഹന്നാൻ ഒരു ദർശനം കാണുകയാണ്. ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ പുറത്തു വന്നു, മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. 3 കാര്യങ്ങളാണ് ആ ദൂതൻ വിളിച്ചു പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്താണ്? അരിവാളെടുത്ത് കൊയ്യുക. രണ്ടാമത് അവൻ പറഞ്ഞു, കൊയ്ത്തിനു കാലമായി. മൂന്നാമത് പറഞ്ഞ സന്ദേശം എന്താണ്? ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച് 3 കാര്യങ്ങൾ. ഒന്ന്, അരിവാളെടുത്ത് കൊയ്യുക. ഏതായി അരിവാള്? ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച്, കർത്താവിൻ്റെ നിർമ്മലമായ വചനമാണിത്. വചനം പ്രഖ്യാപിച്ചുകൊണ്ട്, വചനം പ്രഘോഷിച്ചുകൊണ്ട് ഈ തലമുറയെ കർത്താവിനായി വീണ്ടെടുക്കുക. അരിവാളെടുത്ത് കൊയ്യുക, കൊയ്ത്തിനു കാലമായി. ഇത് കൊയ്ത്തിൻ്റെ കാലമാണ്. ഈറ്റുനോവിൻ്റെ കാലം കൊയ്ത്തിൻ്റെ കാലമാണ്. ഇത് വിളവെടുപ്പിൻ്റെ കാലമാണ്. ഉറക്കം തൂങ്ങിയിരിക്കേണ്ട സമയമല്ല, ഇത് ഉറങ്ങിക്കഴിയേണ്ട സമയമല്ല, നമ്മൾ അലസരായി ജീവിക്കേണ്ട സമയമല്ല. ലോകത്തിൻ്റെ വ്യഗ്രതയിൽപ്പെട്ട് നമുക്കിനി സമയം കളയാനില്ല. ഈ ലോകത്തിന് സുഖലോലുപതയ്ക്ക് വേണ്ടി നമുക്കിനി സമയം നഷ്ടപ്പെടുത്താനില്ല. സഹോദരങ്ങളെ, ഇത് കൊയ്ത്തിന്റെ കാലമാണ്. സ്തുതിക്കുന്നു. ഇവാഞ്ചലൈസേഷനുള്ള സമയം,
എത്ര പേർക്ക് ആത്മാവി പ്രചോദനം തരുന്നുണ്ട്? നിങ്ങൾ ഉള്ളിൽ എന്തുമാത്രം ഈ ആത്മാവിൻ്റെ തീ പടരുന്നുണ്ട്. കർത്താവേ, എനിക്ക് നിന്റെ വേല ചെയ്യണം, എനിക്ക് ആത്മാക്കളെ നേടണം, എനിക്ക് ആത്മാക്കളെ വീണ്ടെടുക്കണം, എനിക്ക് ഇവാഞ്ചലൈസേഷൻ ചെയ്യണം, എൻ്റെ കൊച്ചു ജീവിതം അത് കർത്താവിന് പ്രയോജനമുണ്ടാകണം എന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ തീവ്രമായ ആഗ്രഹം എനിക്കും നിനക്കുമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മിൽ ആത്മാവുണ്ട്, നമ്മിൽ ആത്മാവുണ്ട്, നമ്മിൽ ആത്മാവിൻ്റെ മുദ്രയുണ്ട്. ഓ ജീസസ്, ജീസസ്. ശക്തിയോടൊന്ന് പറഞ്ഞ്, വിശ്വാസത്തോട് പറഞ്ഞ് ജീസസ്, ജീസസ്. യേശുനാമത്തിന് ശക്തി അനുഭവിച്ചു പറഞ്ഞ് ജീസസ്, ജീസസ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഇത് കൊയ്ത്തിനുള്ള സമയമാണ്. അരിവാളെടുത്ത് കൊയ്യുക, ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞിരിക്കുന്ന സഹോദരങ്ങളെ, കൊയ്ത്തിനുള്ള സമയം. ഇത് കൊയ്ത്തിൻ്റെ കാലം. The time for the harvest. നമ്മുടെ കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാം വചനത്തിൽ എന്താണ് ഈശോ പറഞ്ഞത്? 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ? എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. നിങ്ങൾ കണ്ണുകൾ ഉയർത്തി നോക്കുക, ഇപ്പോൾ തന്നെ ആ വിളഭൂമികളെല്ലാം വിളവിനെ പാകമായി കഴിഞ്ഞിരിക്കുക, കൊയ്ത്തിന് പാകമായി കഴിഞ്ഞിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ സമയത്ത് ഉറങ്ങിയിരിക്കരുത്, ഉറക്കം തൂങ്ങരുത്. ഞാൻ പറയുന്നത് ഈ പ്രത്യേക സമയത്തല്ല പറയുന്നത്, നമ്മുടെ നിസ്സംഗതയെക്കുറിച്ചാണ് പറയുന്നത്. സുവിശേഷ വേല ചെയ്യാൻ വിളിക്കപ്പെട്ട നമ്മൾ, ആത്മാക്കളെ നേടുവാൻ, വീണ്ടെടുക്കുവാൻ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട മുദ്രിത ആത്മാക്കളെ നമ്മൾ ഈ ദൗത്യം മറന്ന് ജീവിത വ്യഗ്രതയിൽപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആത്മാവിന് നാശം സംഭവിക്കുന്നത് മാത്രമല്ല, നമ്മിലൂടെ രക്ഷപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ആത്മാക്കൾക്കും നാശം സംഭവിക്കുകയാണ്. എന്തുമാത്രം നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കർത്താവിൻ്റെ മുൻപിൽ. ഈ ലൈഫ് അക്കൗണ്ടബിളാണ് പ്രിയപ്പെട്ടവരെ. ഇത് എങ്ങനെയെങ്കിലും ജീവിച്ച് തീർത്താൽ പോരാ. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിച്ച് പൂർത്തീകരിക്കാനുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം. ജീവിതം അത്ര അമൂല്യമാണിത്. സുഭാഷിത പുസ്തകം 10-ാം അധ്യായം അവിടെ 5-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയാണ്, വേനൽക്കാലത്ത് കൊയ്തെടുക്കുന്ന മകൻ മുൻകരുതലുള്ളവനാണ്, കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്ന മകൻ അപമാനം വരുത്തി വയ്ക്കുന്നു. സഹോദരങ്ങളെ, അവരെ ശ്രദ്ധിച്ച്, കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്ന മക്കള് അപമാനം വരുത്തി വയ്ക്കുന്നു. ഇന്ന് സഭയുടെ അപമാനം ആരാ? ഇന്ന് തിരുസഭയുടെ അപമാനം ആരാ? സഹോദരങ്ങളെ, ആരാ? ഇന്ന് തിരുസഭയുടെ അപമാനം സഭാമക്കളായി നമ്മൾ തന്നെയാ. നമ്മുടെ അലസത, നമ്മുടെ നിസ്സംഗത, നമ്മുടെ ജാഗ്രത കുറവ്, നമ്മുടെ ശുഷ്കാന്തി ഇല്ലായ്മ, നമ്മുടെ ആത്മീയ മന്ദത, നമ്മൾ ഈ നിദ്രയിൽ, നമ്മളൊരു സഡേഷൻ മയക്കത്തിലാണ്. കൊയ്ത്തുകാലത്ത്, ഇത് വിളവെടുപ്പിൻ്റെ നാളുകളിൽ, ഇത് കൊയ്യേണ്ട സമയത്ത് വിളവ് കൊയ്യാതെ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക. എന്തൊരു നാശം നമുക്ക് സംഭവിക്കുന്നത്! എന്തേ നമ്മുടെ കുടുംബങ്ങൾക്ക് നാശം? എന്തേ നമ്മുടെ സഭയിൽ പല ദുരിതങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റാത്ത വിധം പല പ്രശ്നങ്ങൾ ഇന്ന് സഭയെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത്? സഹോദരങ്ങളെ, ഈ ദൗത്യം മറന്നുപോയി. ഇവാഞ്ചലൈസേഷൻ, കർത്താവ് തൻ്റെ സഭയെ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നത് ഇവാഞ്ചലൈസേഷന് വേണ്ടി മാത്രമാണ്. മാർപ്പാപ്പ പറഞ്ഞില്ലേ, സഭയുടെ നിലനിൽപ്പ് ഇവാഞ്ചലൈസേഷനാണ്. സഭയുടെ വിളിയും കൃപയും ഇവാഞ്ചലൈസേഷന് വേണ്ടിയാണ്, സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയാണ്. അപ്പോൾ കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്ന മക്കള് അപമാനം വരുത്തി വയ്ക്കുന്നു. ഇന്ന് സഭയുടെ അപമാനം ISO, ബൊക്കോ ഹറാമോ അല്ലെങ്കിൽ മറ്റ് പലവിധ തീവ്രവാദ സംഘടനകളോ അല്ലെങ്കിൽ നിരീശ്വര പ്രസ്ഥാനങ്ങളോ എന്നതിനേക്കാൾ ഉപരി സഭാ മക്കളായ നമ്മൾ തന്നെയാണ് ഇന്ന് തിരുസഭയുടെ അപമാനമെന്ന് ഈ പരിശുദ്ധ വചനം നമ്മൾ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ അനുദപിക്കണം, നമ്മൾ ഉണർവിലേക്ക് വരണം, നമ്മൾ ഈ കമ്മിറ്റ്മെൻ്റ് ഏറ്റെടുക്കണം. കർത്താവ് നൽകിയ ഈ ദൗത്യത്തോട് യെസ് പറഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിക്കുവാൻ നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. ഈ ശുശ്രൂഷ വഴി സ്വർഗത്തിൻ്റെ ആഗ്രഹം അതാണ്. ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട്,
എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റിൽ ചെയ്ത് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കപ്പെട്ട് കുഞ്ഞുങ്ങൾ കുറച്ചും കൂടെയൊക്കെ ഒന്ന് വളർന്ന് ആ സാമ്പത്തികമായ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് പരിഹരിക്കപ്പെട്ട് ജോലിയിലൊരു സ്ഥിര വരുമാനം ലഭിച്ച് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ക്രമീകരിച്ചിട്ട് വേണം എനിക്ക് സുവിശേഷ വേലയ്ക്കായി മുന്നോട്ട് വരാൻ, ഇവാഞ്ചലൈസേഷൻ നടത്താൻ, കുടുംബമായി എനിക്ക് ദൈവരാജ്യത്തിന് വേലകൾ ചെയ്യണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇതിനു വേണ്ടി വർഷങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നവരുണ്ട്. ഇനി ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങി കാത്തിരിക്കേണ്ട സമയമല്ല. നമ്മളിനി മുന്നോട്ട് വരേണ്ട സമയമാണ്, തീരുമാനമെടുക്കേണ്ട സമയമാണ്. നമ്മൾ ആക്ഷൻ, നമ്മൾ ഈ വേല ചെയ്യേണ്ട സമയമാണിത്. സഹോദരങ്ങളെ, സഭാപ്രസംഗന്റെ പുസ്തകം 11:4 ആത്മാവ് എന്താ പറയുന്നത്? കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല. എത്ര പേർക്ക് ഈ വചനം മനസ്സിലാവുന്നുണ്ട്? ഈ വചനത്തിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ? മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കില്ല, കാറ്റിന് നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയില്ല. ഇന്ന് പ്രശ്നം ഒഴിഞ്ഞിട്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ട് എല്ലാം ഒന്ന് സെറ്റിലായിട്ട് ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയത്തല്ല നമ്മൾ സുവിശേഷ വേല ചെയ്യേണ്ടത്, കർത്താവിൻ്റെ സമയത്താണ്, പരിശുദ്ധാത്മാവിൻ്റെ സമയത്താണ്. ആത്മാവ് നിന്നെ വിളിക്കുമ്പോൾ നീ വേറെ ഒന്നും നോക്കരുത്. യെസ് പറഞ്ഞ് ഒരു സമർപ്പണം നടത്തണം. അവിടെ അഭിഷേകം വരും, അവിടെ ആത്മാവ് നിന്നെ സഹായിക്കും, കർത്താവ് നിന്നെ പരിപാലിക്കും, നിന്നെ വിശ്വസ്തയോടെ നോക്കും. നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തെയും പരിപാലിക്കും. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ 14-ാമത്തെ വയസ്സിൽ സുവിശേഷ വേല ആരംഭിച്ച സഹോദരങ്ങളെ, നിങ്ങൾക്ക് പലർക്കും അതറിയാം, ഞാൻ പല പ്രാവശ്യം അത് പങ്കുവെച്ചിട്ടുള്ളതാണ്. എൻ്റെ 22-ാമത്തെ വയസ്സിൽ ഞാൻ പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്കായി, ഇവാഞ്ചലൈസേഷനായി എൻ്റെ ജീവിതത്തെ ഞാൻ എൻ്റെ ഈശോയ്ക്കായി സമർപ്പിച്ചു. ഇത് 47 വയസ്സ് പ്രായമായി. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, എൻ്റെ കർത്താവ് എത്ര വിശ്വസ്തയോടെ എന്നെ പരിപാലിച്ച സഹോദരൻ. ഞെരുക്കങ്ങളുണ്ട്, കഷ്ടതയുണ്ട്, സഹനമുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എങ്കിൽ അതിൻ്റെ നടുവിൽ വിശ്വസ്തയോടെ കരം പിടിച്ച് പരിപാലിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം എത്ര ഉന്നതമാണ്, അവൻ എത്ര നല്ലവനാ സഹോദരങ്ങളെ. അതുകൊണ്ട് കർത്താവിൻ്റെ വിശ്വസതയിൽ നീ വിശ്വസിക്കുക. നിന്നെ പോറ്റുവാൻ, നിന്റെ കുടുംബത്തെ മാനിക്കുവാൻ, നമുക്ക് വേണ്ടതെല്ലാം നൽകുവാൻ ശക്തനും അതിയായവനാ നമ്മുടെ കർത്താവ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. പ്രശ്നങ്ങൾ ഒക്കെ ഒന്ന് സെറ്റിലായിട്ട് കുറേ കൂടി തീഷ്ണമായിട്ട് എനിക്ക് ഈശോയുടെ വേല ചെയ്യണം എന്ന് ചിന്തിച്ച് ആരിയിരിക്കേണ്ട. നീ ഇപ്പോൾ തന്നെ ആരംഭിക്കുക. കാറ്റ് മാറിയിട്ട് കൊയ്യാൻ പറ്റില്ല, മേഘങ്ങൾ ഒഴിഞ്ഞു പോയിട്ട് നിനക്ക് വിതയ്ക്കാനും പറ്റില്ല. മേഘവും കാറ്റൊക്കെ എപ്പോഴും ഉണ്ടാവും. അതിന് നടുവിൽ നീ കൊയ്യണം, നീ വിതയ്ക്കണം. അതാണ് ദൈവം തന്നിരിക്കുന്ന വിളി. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഓരോ ശക്തിയോടെ സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പോയിടാം നമുക്കൊന്നായി, ആത്മാക്കളെ നേടിയിടാം, സത്യസുവിശേഷത്തിന്റെ സാക്ഷിയായി. അടുത്തിരിക്കുന്നവർക്കൊന്ന് കരം കൊടുത്തൊന്ന് സ്നേഹത്തോടെ കരം കൊടുത്തൊന്ന് പരസ്പരം പറഞ്ഞേ. പോയിടാം നമുക്കൊന്നായി, ആത്മാക്കളെ നേടിയിടാം, സത്യസുവിശേഷത്തിന്റെ സാക്ഷിയായിടാം. ഇതിനേക്കാൾ അമൂല്യമായ ഒരു ജീവിതം എനിക്ക് നിങ്ങൾക്ക് ലഭിക്കാനില്ല സഹോദരങ്ങളെ. അത്രയും വിലപ്പെട്ടതാണ് കർത്താവിന് സാക്ഷ്യം നൽകുക, വിറ്റ്നസ് ചെയ്യുന്നത്. ഈറ്റുനോവിന്റെ കാലം, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സുവിശേഷവൽക്കരണവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നാം തിരിച്ചറിയണം, ഇത് കൊയ്ത്തിന്റെ കാലമാണ്. മറ്റേത് നാളുകളേക്കാൾ ഉപരി കൊയ്ത്തിന്റെ സമയത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. വിളവെടുപ്പിന്റെ സമയം ആസന്നമായിരിക്കുകയാണ്. ഹഗായി പ്രവചനം 1-ാം അധ്യായം 2, 3, 4 വചനങ്ങളെ എന്താ കർത്താവിൻ്റെ വേദന, എന്താ കർത്താവ് വിലപിച്ചു പറയുന്നത്? സൈന്യങ്ങളെ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ ആലയം പുനരുദ്ധരിക്കുന്നതിന് സമയമായിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇവാഞ്ചലൈസേഷൻ ചെയ്യാൻ സമയമായിട്ടില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നിട്ടില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് 5 മക്കളുണ്ട്,
അതിൽ LKG ഉള്ളവരുണ്ട്, അതുപോലെ തന്നെ വലിയ പ്രായമാവാത്തവരുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ജോലി സ്ഥിരവരുമാനമില്ല, കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ട്, സമയമായിട്ടില്ല, ഇനി സമയമായിട്ടില്ല. എപ്പോഴാണ് സമയമാണത്? നീ മരിച്ചു പോകുമ്പോഴോ? സഹോദരങ്ങളെ തിരിച്ചറിയണം. എന്തുകൊണ്ട് അവിവേകം കാണിക്കാനോ പൊട്ടത്തരം കാണിക്കാനല്ല പറഞ്ഞു വരുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഇവാഞ്ചലൈസേഷനുള്ള ബന്ധത്തിൽ ആത്മാർത്ഥമായിട്ട് നമ്മളൊരു പൊട്ടത്തരം കാണിച്ചാൽ പോലും അത് കൃപയാക്കി മാറ്റാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. അവൻ സർവശക്തനാണ് സഹോദരൻ. മണ്ടത്തരം കാണിക്കാനല്ല പറയുന്നത്. പക്ഷേ നിന്റെ തീഷ്ണത കൊണ്ട് നീ അറിയാതൊരു പൊട്ടത്തരം കാണിച്ചാൽ ആ പൊട്ടത്തരം അനുഗ്രഹമാക്കി കൃപയാക്കി നിനക്ക് നിന്റെ തലമുറയ്ക്കും ഈ ലോകത്തിനും സഭയ്ക്കും മാറ്റുവാൻ കഴിയുന്നവനെ നിന്നെ വിളിച്ചിരിക്കുന്നത്, അവനെ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ലാതൊരു വഴിപോക്കനല്ല, ഒരു സാധാരണക്കാരനല്ല. സർവശക്തനായ ദൈവം, സർവാധിപനായ ദൈവം. സമയമായിട്ട് നിങ്ങൾ പറയുന്നു. 9-ാം വചനത്തിൽ എന്താ പറയുന്നത്? 1:9 എന്താ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത്? ഹഗായി പ്രവചനം 1:9 പെട്ടെന്ന് വായിച്ചോ. നിങ്ങളെ ഏറെ തേടി ലഭിച്ചത് അല്പം മാത്രം, നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, ഞാനത് ഊതി പറത്തി. എന്തുകൊണ്ട്? സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും തന്നെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എന്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം കാര്യത്തെ പ്രതി, മക്കളെ പ്രതി, ജോലിയെ പ്രതി, ആരോഗ്യത്തെ പ്രതി, ബിസിനസ്സിനെ പ്രതി, അതുപോലെ തന്നെ നമുക്ക് ലഭിക്കേണ്ട ഭൗതിക നന്മകളെ കുറിച്ച് ഇതിനെ പ്രതി നമ്മളിങ്ങനെ വ്യഗ്രത പൂണ്ട് നിൽക്കുക. ആത്മാക്കളുടെ നാശമോ ആത്മാക്കളുടെ രക്ഷയോ ഇവാഞ്ചലൈസേഷനോ ഇതൊന്നും നമുക്കൊരു വിഷയമല്ല, ഇതൊന്നൊരു വ്യഗ്രതയല്ല. കർത്താവ് പറയും, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കുള്ളതിനെ ഊതി പറപ്പിച്ച് കളയാണ്. എന്തൊരു അവസ്ഥയെന്ന് ആലോചിക്കുക നിങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ വട്ടം തിരിയുന്നതിൻ്റെ കാരണം, പലപ്പോഴും നട്ടം തിരിയുന്നതിൻ്റെ കാരണം കർത്താവിനെ പ്രവർത്തിക്കാൻ ശക്തിയില്ലാഞ്ഞിട്ടാണോ? കർത്താവിൻ്റെ കാര്യങ്ങൾ കുരുങ്ങിപ്പോയിട്ടാണോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിലവിളിക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടാണോ? അല്ല സഹോദരങ്ങളെ, നമ്മുടെ വ്യഗ്രത, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ വ്യഗ്രത, കർത്താവിൻ്റെ ജനം നശിക്കുമ്പോൾ, ആത്മാക്കൾ നിത്യനാശത്തിലേക്ക് പോകുമ്പോൾ, അതൊന്നും നമുക്കൊരു വേദനയല്ല, നമുക്കൊരു പ്രയാസമല്ല, നമുക്ക് സ്വന്തം കാര്യം ചിന്താപ. ഈ ഒരു നിലപാടാണ് നമ്മുടെ പല പ്രതിസന്ധികൾക്കും പല തകർച്ചകൾക്കും കാരണമെന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മെ വ്യക്തമാക്കുകയാണ്. മനസ്സിലാക്കുന്നവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു. മാർപ്പാപ്പ എന്താ പറഞ്ഞത്? മാർപ്പാപ്പ പറയാണ്, സുവിശേഷവൽക്കരണം എന്നത് തെരഞ്ഞെടുക്കാവുന്ന ഒന്നല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയോട് കടപ്പെട്ടിരിക്കുന്ന ദൈവജനത്തിൻ്റെ വിളിയാണ് ഇവാഞ്ചലൈസേഷൻ. എൻ്റെ സഹോദരൻ, ഞാനും നീ യേശുവിൽ വിശ്വസിക്കുന്നവനാണോ? മാമോദീസ സ്വീകരിച്ച ദൈവ പൈതലാണോ? എൻ്റെയും നിൻ്റെയും ദൈവ വിളിയാണ് സുവിശേഷ വേല, സുവിശേഷം പ്രഘോഷിക്കുക, ഇവാഞ്ചലൈസേഷൻ ചെയ്യുക എന്നുള്ളത്. അത് നമ്മുടെ ദൈവ വിളിയാ. നീ ഒരു ക്രൈസ്തവനാണെങ്കിൽ, ഞാനൊരു ക്രൈസ്തവനാണെങ്കിൽ, എൻ്റെ അടിസ്ഥാന വിളി ഇവാഞ്ചലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അത് മറന്നു പോകരുത്. നമ്മൾ അത് മറന്ന് ജീവിച്ചാൽ നമുക്ക് പലത് നഷ്ടപ്പെടും. ലഭിക്കേണ്ട പല അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ജീവിതം കൊടിയ തകർച്ചയിലാവും സഹോദരങ്ങളെ. നമ്മൾ വചനത്തിൽ കണ്ടു, ഹഗായി 1:9 കണ്ടു. നമുക്കതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. ഊതി പറപ്പിക്കുക. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇന്ന് അനേകരുടെ വിഷയത 2 അടി മുന്നോട്ട് വെച്ചാൽ 4 അടി പുറകോട്ട്. ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നില്ല. പഠിപ്പില്ലാഞ്ഞിട്ടല്ല, കഴിവില്ലാഞ്ഞിട്ടല്ല, പ്രാപ്തിയില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ജീവിതത്തിൽ മുന്നേറാൻ, ജീവിതത്തിൽ ഉയരാൻ പറ്റുന്നില്ല. സഹോദരി, നീ ചിന്തിക്കേ. നിന്റെ അടിസ്ഥാന വിളി മറന്ന് നീ ജീവിക്കുകയാണോ? അടിസ്ഥാന വിളി എന്താ? ഇവാഞ്ചലൈസേഷൻ ആണ്. ഈ കാലത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, സുവിശേഷവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഈറ്റുനോവിൻ്റെ കാലം ചിന്തിക്കുമ്പോൾ അത് രണ്ടാമത്തെ സവിശേഷത, വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറയ്ക്കേണ്ട സമയമാണിത്. വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറയ്ക്കുവാനുള്ള കാലമാണ് ഈറ്റുനോവിൻ്റെ കാലം. ഏതാണ് വിരുന്നുശാല? അത് സ്വർഗരാജ്യമാണ്. സ്വർഗത്തെ നിറയ്ക്കുവാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ.
സ്വർഗത്തെ സമ്പന്നമാക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാ നമ്മള്. നരകത്തെ കൊള്ളയടിച്ച് പിശാചിന്റെ പിടിയിൽ നിന്ന്, സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന്, അവന്റെ അടിമത്തത്തിൽ നിന്ന് അനേകം ആത്മാക്കളെ കർത്താവിനായി വീണ്ടെടുത്ത് സ്വർഗത്തെ നിറയ്ക്കുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് സഹോദരങ്ങളെ നമ്മൾ മറന്ന് ജീവിക്കരുത്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ വിവാഹ വിരുന്നിന്റെ ഉപമയിൽ കർത്താവ് പറയുന്നുണ്ട്. സ്വർഗരാജ്യത്തോട് ബന്ധപ്പെട്ട് ഈശോ പഠിപ്പിക്കുകയാണ്. അവിടെ 9, 10, 11 വചനങ്ങൾ. മത്തായിയുടെ സുവിശേഷം 22:9 മുതൽ 11 വരെ. അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെ എല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. അതാണ് ഇവാഞ്ചലൈസേഷൻ. അതാണ് ഇവാഞ്ചലൈസേഷൻ. കർത്താവിന്റെ രക്ഷയിലേക്ക് ജനത്തെ വിളിക്കുന്നു. കർത്താവിന്റെ നിത്യജീവനിലേക്ക് നമ്മൾ ജനത്തെ ക്ഷണിക്കുകയാണ്. അതാണ് തിരുവചന പ്രഘോഷണം. അതാണ് ഇവാഞ്ചലൈസേഷൻ. കർത്താവ് പറയും, നിങ്ങൾ എൻ്റെ ജനത്തെ വിളിക്കുവിൻ. 10-ാമത്തെ വചനം എന്താ പറയുന്നത്? ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെയെല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറയുകയാണ്. ഏതാണ് വിരുന്നുശാല? സ്വർഗരാജ്യമാണ്. കർത്താവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളെ കൊണ്ട് സ്വർഗം നിറയപ്പെടുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് ഇവാഞ്ചലൈസേഷൻ. സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് സ്വർഗത്തെ നിറയ്ക്കുന്ന ശുശ്രൂഷയാണ്. ആത്മാക്കളെ കൊണ്ട് സ്വർഗത്തെ നിറയ്ക്കുകയാണ്, സ്വർഗത്തെ സമ്പന്നമാക്കുകയാണ്. അതിനുള്ള ഇൻവിറ്റേഷൻ ആണ്, അതിനുള്ള ക്ഷണമാണ് സുവിശേഷ പ്രഘോഷണം. സുവിശേഷ പ്രഘോഷണം. നിങ്ങൾ ശ്രദ്ധിച്ച്, വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? 11-ാമത്തെ വചനം അതീവ ശ്രദ്ധയോടെ നിങ്ങൾ വായിച്ച്, അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളി. ഹല്ലേലൂയ പറഞ്ഞേ. അതിഥികളെ കാണാൻ എപ്പോഴാണ് രാജാവ് എഴുന്നള്ളിയത്? വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞപ്പോൾ. നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനം എന്തുകൊണ്ടാണ് താമസിക്കുന്നത്? കർത്താവ് ആ കാര്യം മറന്നുപോയിട്ടാണോ? ചിലർ ചിന്തിക്കുന്നത് കർത്താവ് മറന്നുപോയിതാ. എത്ര വർഷങ്ങളായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്, കർത്താവ് വരും, കർത്താവ് വരും, കർത്താവ് വരും. 2000 വർഷമായി സഭ വിശ്വസിക്കുക കർത്താവ് വരും, കർത്താവ് വരും. ഇതുവരെ വന്നിട്ടില്ല. കർത്താവ് ആ കാര്യം മറന്നുപോയി. നമ്മുടെ പലരുടെയും ധാരണ. മറന്നിട്ടില്ല സഹോദരങ്ങളെ, മറന്നിട്ടില്ല. വിരുന്നുശാല ഇപ്പോഴും നിറഞ്ഞിട്ടില്ല. തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളെ കൊണ്ട് ഇപ്പോഴും സ്വർഗരാജ്യം നിറയപ്പെട്ടിട്ടില്ല. ഇനിയും അനേകം ആത്മാക്കള് കർത്താവിനെ കണ്ടുമുട്ടേണ്ടതായിട്ടുണ്ട്. കർത്താവിന് നിത്യരക്ഷ സ്വന്തമാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കർത്താവ് ഒരു സമയം അനുവദിച്ചിരിക്കുകയാണ്. അതിനൊരു സമയം അനുവദിച്ചിരിക്കുകയാണ്. വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറയുമ്പോൾ എന്ത് സംഭവിക്കും? രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ തന്റെ അതിഥികളെ കാണാൻ, താൻ തെരഞ്ഞെടുത്ത തന്റെ ആത്മാക്കളെ തന്റെ അരികിലേക്ക് ആനയിക്കുവാൻ, അവിടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ വീണ്ടും വരും. അവൻ വീണ്ടും വരും. രാജാധിരാജൻ മഹിമയോടെ ആമേൻ കർത്താവേ. വാനമേഘത്തിൽ ഒരിക്കൽ കൂടെ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് മറന്നുപോയിട്ടാണോ? കർത്താവിന് ഒരു മറവിയില്ല. വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞിട്ടില്ല. ഇനിയും അനേകം ആത്മാക്കൾ കടന്നു വരേണ്ടതായിട്ടുണ്ട്. വെളിപാട് പുസ്തകം 6:9 നിങ്ങൾ വരണം. രക്തസാക്ഷികൾ ആത്മാക്കള് കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുകയാണ്. അവർ പറയാണ്, അവൻ 5-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു. അത് രക്തസാക്ഷികൾ ആത്മാക്കളാണ്. 11-ാം വചനം എന്താ പറയുന്നത്? 11-ാമത്തെ വചനം ഉച്ചത്തിൽ വായിച്ച്, അവർക്ക് ഓരോരുത്തർക്കും ധവള വസ്ത്രം നൽകപ്പെട്ടു.
അവരെ പോലെ വധിക്കപ്പെടാനിരുന്ന സഹദാസരുടെയും സഹോദരരുടെയും എണ്ണം തികയുന്നത് വരെ അല്പസമയം കൂടി വിശ്രമിക്കാൻ അവർക്ക് നിർദ്ദേശം കിട്ടി. എണ്ണം തികയുന്നത് വരെ, എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞ വചനം, എണ്ണം തികയുന്നത് വരെ, എണ്ണം തികയുന്നത് വരെ, എണ്ണം തികയുന്നത് വരെ, എണ്ണം തികയുന്നത് വരെ. ഒരല്പം കൂടി സ്വരത്തിൽ ഹൃദയത്തിലേക്ക് ആ വചനം ഏറ്റെടുത്ത്, എണ്ണം തികയുന്നത് വരെ, എണ്ണം തികയുന്നത് വരെ അല്പസമയം കൂടി. കർത്താവ് പറയാണ്, വെയിറ്റ് ചെയ്യാൻ പറയാണ്. കാരണം വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞിട്ടില്ല, ഇനിയും അതിഥികൾ വന്നെത്തേണ്ടതായിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അല്പസമയം കൂടി വിശ്രമിക്കുക, അല്പസമയം കൂടി വെയിറ്റ് ചെയ്യേ, എണ്ണം തികഞ്ഞിട്ടില്ല. ഈ എണ്ണം തികയ്ക്കുന്ന ശുശ്രൂഷയാണ് ഇവാഞ്ചലൈസേഷൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ എണ്ണം എത്ര, അത് കർത്താവിനെ അറിയത്തുള്ളൂ, കർത്താവിൻ്റെ കയ്യിലാൽ ഇഷ്ടമുള്ളൂ. അതാ നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. വെളിപാട് പുസ്തകത്തിൽ 1,44,000 പറഞ്ഞ ദുർവ്യാഖ്യാനം, ദുരുപദേശം, ഇതൊക്കെ വ്യാജ പഠനം. നമ്മളതിന് പുറകെ പോകരുത് സഹോദരങ്ങളെ. ഇത്ര ആത്മാക്കൾ രക്ഷപ്പെടും, അത്ര ആത്മാക്കൾ രക്ഷപ്പെടും, നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. അത് കർത്താവിൻ്റെ അനന്തമായ ജ്ഞാനത്തിലുള്ള കാര്യം. അതൊരു മിസ്റ്ററിയാണ്. അത് കർത്താവിന് മാത്രമേ അറിയൂ, അത് കർത്താവിന് മാത്രമേ അറിയൂ. അത് നമുക്കത് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, എന്താണ്? ആത്മാക്കളെ നേടണം, ഇവാഞ്ചലൈസേഷൻ ചെയ്യണം, എണ്ണം തികയ്ക്കണം, സ്വർഗത്തെ നിറയ്ക്കണം, വിരുന്നുശാല അതിഥികളെ കൊണ്ട് സമ്പന്നമാക്കണം. അതിനുവേണ്ടി അവസാന ശ്വാസം വരെ നമ്മൾ കർത്താവിന് സാക്ഷ്യം നൽകുക. മരിക്കേണ്ടി വന്നാലും സാക്ഷ്യം നൽകണം, ഇവാഞ്ചലൈസേഷൻ ചെയ്യണം. ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങൾ, ഈ ഒരു വിളി ലഭിച്ചവരാ നമ്മൾ. നമ്മുടെ സഭയുടെ വിളി അതാ, സഭയുടെ കൃപ അതാ. എന്താണ് സഭയുടെ കൃപ? ഇവാഞ്ചലൈസേഷൻ. എന്താണ് സഭയുടെ വിളി? ഇവാഞ്ചലൈസേഷൻ. നമ്മുടെ ദൈവവിളി എന്താ? ഇവാഞ്ചലൈസേഷൻ. അപ്പോൾ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് പറയാണ്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ. ഈ പൗലോസ്ലിയുടെ ജീവിതം, പൗലോസ് സുവിശേഷത്തിന് തീയായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19:10 പറയുന്നുണ്ട്. അവിടെ ഗ്രീസിൽ അരേപ്യാഗസിൽ ചെന്ന് സുവിശേഷം പറയാണ്. തന്മൂലം ഏഷ്യയിൽ വസിച്ചിരുന്ന എല്ലാവരും, യഹൂദരും ഗ്രീക്കുകാരും, കർത്താവിൻ്റെ വചനം കേട്ടു. കർത്താവിൻ്റെ വചനം അവർ കേൾക്കുകയാണ്. ശ്രദ്ധിക്കണം. ഈ വചനം കേട്ടപ്പോൾ എന്തുണ്ടായി? അപ്പോസ്തല പ്രവർത്തനം 17:34 എന്ന് വായിച്ചത് നിങ്ങൾ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:34. എന്നാൽ കുറേ ആളുകൾ പൗലോസിനോട് ചേർന്ന് വിശ്വാസം സ്വീകരിച്ചവർ യേശുവിനെ കണ്ടുമുട്ടി, ഈശോയുടെ രക്ഷ സ്വീകരിച്ചു. അരേപ്പോസുകാരൻ ഡൈനീഷ്യസും താമറീസ് എന്നു പേരുള്ള സ്ത്രീയും മറ്റു ചിലരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. കുറേ ആളുകൾ, അനേകരെ സുവിശേഷം കേട്ട് യേശുക്രിസ്തുവിനെ ഏകരക്ഷകനായി സ്വീകരിക്കുവാൻ സ്വർഗം കരുണ കാണിച്ചു. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച് സ്വർഗത്തെ നിറയ്ക്കുകയാണ് പിശാചിന്റെ പിടിയിൽ നിന്ന്. ഇതാണ് നമ്മുടെ സ്വർഗീയ ദൗത്യം. നമ്മുടെ ഹെവൻലി മിഷൻ ഇതാണ്. നമ്മുടെ സ്വർഗീയ ദൗത്യം എന്താണ്? പിശാചിന്റെ പിടിയിൽ നിന്ന്, സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് ആത്മാക്കളെ കർത്താവിനായി വീണ്ടെടുക്കുക, കർത്താവിനായി നേടുക. എൻ്റെ സഹോദരങ്ങളെ, അതിനേക്കാൾ അമൂല്യമായ ഒരു ജീവിതം എനിക്ക് നിങ്ങൾക്ക് കിട്ടാനില്ല. അത്രയും വിലപ്പെട്ടത്. അത്രയും അമൂല്യമായൊരു അനുഭവം അത്. നമുക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്? അവർ ഉച്ചത്തിൽ 3 പ്രാവശ്യം വിളിച്ച്, കർത്താവിന്റെ നാമം വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, ഹൃദയം തുറന്ന് വിളിച്ച്, ഈശോയെ. പരിശുദ്ധാത്മാവ് ഒരു പുതുതലമുറ എഴുന്നേൽപ്പിക്കണമേ, ഒരു പുതുതലമുറ എഴുന്നേൽപ്പിക്കണമേ. ഈറ്റുനോവിന്റെ കാലത്ത് ഒരു പുതുതലമുറ എഴുന്നേൽപ്പിക്കണമേ. ഒരു പുതിയ തലമുറ, അഭിഷേകത്തിന്റെ തലമുറ, വചനത്തിന്റെ തലമുറ, പ്രാർത്ഥനയുടെ തലമുറ, ഇവാഞ്ചലൈസേഷന്റെ തലമുറയെ ആത്മാവ് എഴുന്നേൽപ്പിക്കണമേ. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം നാം യേശുവിനായി. ദർശനത്തിൻ തലമുറ, യെസ്, മഹത്വത്തിൻ തലമുറ, ആമേൻ, ആമേൻ. ഒന്നിച്ചൊന്നായി നിന്നിടാം നാം യേശുവിനായി. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ആത്മപ്രവർത്തികൾ. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങൾ, എത്ര ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. വലിയൊരു കൃപയുടെ അനുഭവം.
അഭിഷേകത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുക. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? നിങ്ങൾ അവിടെ ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. കർത്താവിന്റെ നന്ദി പറഞ്ഞ് അവിടത്തെ ആരാധിച്ചു കൊണ്ടിരിക്കണം. മൂന്നാമത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഇവാഞ്ചലൈസേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മൂന്നാമത്തെ ഒരു പ്രത്യേകതയാണ് കർത്താവിൻ്റെ പ്രത്യാഗമനത്തെ ത്വരിതപ്പെടുത്തുന്ന കാലമാണ് ഈറ്റുനോവിൻ്റെ കാലം. കർത്താവിൻ്റെ പ്രത്യാഗമനത്തെ ത്വരിതപ്പെടുത്തുന്ന കാലം. പത്രോസ്ലിഹ സഭയെ പഠിപ്പിക്കുന്നുണ്ട്. താൻ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. അപ്പോൾ അതിനൊന്ന് ശ്രദ്ധിച്ച്. പത്രോസ്ലിഹ എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം. ആകാശം തീയിൽ വെന്ത് നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. കർത്താവിൻ്റെ ആഗമന ദിനത്തെ ഒന്ന് പ്രതീക്ഷിക്കണം, നമ്മളത് വിശ്വസിക്കണം, പ്രത്യാശിക്കണം. 2, അതിനെ ത്വരിതപ്പെടുത്തണം. കർത്താവിൻ്റെ പ്രത്യാഗമനത്തെ എങ്ങനെ ത്വരിതപ്പെടുത്തുക? അതാണ് ഇവാഞ്ചലൈസേഷൻ, അതാണ് സുവിശേഷവൽക്കരണം. 9-ാം വചനത്തിൽ വീണ്ടും പത്രോസ്ലിഹ സഭയെ പഠിപ്പിക്കുന്നുണ്ട്. 9-ാമത്തെ വചനം. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. എന്തുകൊണ്ട് കർത്താവിൻ്റെ വീണ്ടും വരവ് വൈകുന്നത്? കർത്താവ് മറന്നുപോയിട്ടാണ്? അല്ല സഹോദരങ്ങളെ, ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ കർത്താവ് കാണിക്കുന്നു. ദീർഘക്ഷമ കർത്താവ് കാണിക്കുന്നു, അത്രയുള്ള എൻ്റെ കാര്യം. അല്ല കർത്താവ് കാര്യം മറന്നു പോയിട്ടല്ല. നമ്മൾ ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവനം പ്രാപിക്കാൻ, നമ്മൾ അനുദപിച്ച് നിത്യരക്ഷ സ്വന്തമാക്കാൻ വേണ്ടി കർത്താവ് തൻ്റെ പ്രത്യാഗമനം കർത്താവ് ഇങ്ങനെ താമസിച്ച് കൊണ്ടുപോകുക. അപ്പോൾ ലാക്ക് ഓഫ് ഇവാഞ്ചലൈസേഷൻ, കർത്താവിൻ്റെ പ്രത്യാഗമനം വൈകിപ്പോകുന്നതിന് താമസിക്കുന്നതിന് കാരണം എന്താ? ഇവാഞ്ചലൈസേഷൻ്റെ അഭാവമാണ്, സുവിശേഷവൽക്കരണത്തിന് അഭാവമാണ്. മത്തായിയുടെ സുവിശേഷം 24:14 കണ്ടു, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യമാഗതമാകും. അപ്പം എല്ലാ ജനതകളോടും കർത്താവിൻ്റെ വചനം നമ്മൾ അറിയിക്കണം. ശാലോമും ഗുഡ്നസ്സും ഷെക്കേന ന്യൂസും അതിനാണ് ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഷെക്കേന ഇത് ന്യൂസ് ചാനലും കൂടി ആയതുകൊണ്ട് നമുക്ക് കാലിക വിഷയങ്ങളിലൂടെ ആനുകാലിക സംഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് കർത്താവിൻ്റെ സുവിശേഷം അപ്ഡേറ്റഡ് ആയിട്ട് അറിയിക്കാം. കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് കർത്താവ് ഷെക്കേനയ്ക്ക് അവസരം തന്നിരിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. നമുക്ക് ശാലോമിനെ ഓർത്ത് നന്ദി പറയാം കർത്താവിന്. കർത്താവിൻ്റെ കരങ്ങൾ ശക്തമായൊരു മീഡിയയാണ്. ഗുഡ്നസ്സിനെ ഓർത്ത് നന്ദി പറയണം. സഹോദരങ്ങൾ, ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാണ്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, കർത്താവിന്റെ പ്രത്യാഗമനം ഒരു കെട്ടുകഥയല്ല. കർത്താവിന്റെ പ്രത്യാഗമനത്തെ ത്വരിതപ്പെടുത്തുവാനുള്ള വഴി എന്താ? ഇവാഞ്ചലൈസേഷനാണ്. നമ്മൾ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറയ്ക്കണം. അതിഥികളെ കൊണ്ട് വിരുന്നുശാല നിറയുമ്പോൾ അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളൂ. അതാണ് കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്, അതാണ് കർത്താവിന്റെ പ്രത്യാഗമനം. കരമടിച്ച് സ്തുതിച്ച കർത്താവിന് ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അപ്പൊ കർത്താവ് യേശുവിന്റെ പ്രത്യാഗമനം കെട്ടുകഥയല്ല സഹോദരങ്ങളെ. നമ്മുടെ പ്രവാചകന്മാർ അത് വിശ്വസിച്ചു പ്രഘോഷിച്ചു. സക്രിയ പ്രവചനം 14-ാം അധ്യായം 5-ാമത്തെ വചനം. സക്രിയ 14:5 എന്താ പറയുന്നത്? അവസാന ഭാഗത്തേക്ക് നിങ്ങൾ വായിച്ചാൽ മതി. നിങ്ങൾ ദൈവമായ കർത്താവ് തന്റെ എല്ലാ പരിശുദ്ധന്മാരോടും കൂടെ വരും. തൻ്റെ എല്ലാ പരിശുദ്ധന്മാരോടും കൂടെ വരും. സഹോദരങ്ങൾ, ഈ സമയം ഇവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ നിയോഗങ്ങൾ അയയ്ക്കുക. യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം. ഇവിടെ 24 മണിക്കൂർ നമ്മുടെ ടീം അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ തീരുമാനങ്ങൾ, സമർപ്പണങ്ങളൊക്കെ അറിയിക്കണം. നമ്മുടെ നിയോഗങ്ങൾ നിങ്ങൾ സ്നേഹത്തോടു കൂടി അതിൽ പങ്കുവെക്കുക. നിങ്ങൾ ആ യൂട്യൂബിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. സഹോദരങ്ങളെ, ഇത് കൃപയുടെ സമയമാണ്, പ്രവാചകരുടെ സാക്ഷ്യമാണ്. എന്താ അവിടെ പറയുന്നത്? നിങ്ങൾ ദൈവമായ കർത്താവ് തൻ്റെ പരിശുദ്ധന്മാരോട് കൂടെ വരും, ആഗതനാകും. ഇനി മാലാഖമാർ എന്താ പറയുന്നത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 10-11 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച്. അവൻ ആകാശത്തേക്ക്, ഈശോ സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് ശിഷ്യന്മാർ അത് നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു.
അവർ പറഞ്ഞു, അല്ലയോ ഗലീലയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. അപ്പോൾ മാലാഖമാരുടെ സാക്ഷ്യം ഇത് കള്ളത്തരമല്ല, ഇത് ചതിയല്ല, ഇത് ഏതെങ്കിലും വ്യക്തിപരമായ വെളിപാടല്ല, സെക്റ്റുകൾക്ക് പഠിപ്പിക്കുക. ചില ഇത് പെന്തക്കോസ്ത സഭകളുടെ, പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ഒരു ഉപദേശമാണ്. അല്ല സഹോദരങ്ങളെ, ഇത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സത്യപ്രബോധനമാണ്. സഭയുടെ വിശ്വാസ സത്യമാണത്. കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനം അത് കർത്താവിൻ്റെ പ്രബോധനമാണ്, അപ്പോസ്തലന്മാരുടെ പ്രബോധനമാണ്, അത് സഭയുടെ പ്രബോധനമാണ്. അത് പലപ്പോഴും നമ്മൾ അധികം പഠിപ്പിക്കാത്തത് കൊണ്ട് മറ്റു പല സെക്റ്റുകളും മറ്റു പല സമൂഹങ്ങളും ഇത് പഠിപ്പിച്ച് പലപ്പോഴും ഇതിനെ തെറ്റായി വളച്ചൊടിച്ച് ഈ വിശ്വാസ സത്യത്തെ വികലമായി ചിത്രീകരിച്ച് അനേക ആത്മാക്കളെ നാശത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഇന്ന് കർത്താവിൻ്റെ സഭയിൽ യഥാവിധി പ്രഘോഷിക്കപ്പെടേണ്ട ഒന്നാണ് ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണത്തെക്കുറിച്ച്, അതിനോട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്തുതിക്കുന്നു കർത്താവേ. ജ്ഞാനം തരണമേ, ആലോചനകൾ തരണമേ, അറിവ് തരണമേ, വിവേകം തരണമേ, ആത്മശക്തി തരണമേ, കാലഘട്ടത്തിൽ അഭിഷേകം തരണമേ. സ്തുതിക്കുന്നു. നന്ദി കർത്താവേ. മൂന്നാമത് കർത്താവ് യേശു തന്നെ എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? തൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് ഈശോ എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 14:3 നമ്മുടെ ഈശോ പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിനെ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിനെ ഞാൻ വീണ്ടും വന്ന്, എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഇത് കർത്താവിൻ്റെ പ്രോമിസാണ്. നമ്മൾ എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നു? ഇത് കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ് ആണ്, കർത്താവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനമാണ്. ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. കർത്താവിൻ്റെ സ്നേഹം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അവിടെ കർത്താവ് പഠിപ്പിച്ചു 16-ാം അധ്യായത്തിൽ മത്തായിയുടെ സുവിശേഷം 16:27 എന്താ ഈശോ പറഞ്ഞത്? മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം. മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. ഇത് കർത്താവിൻ്റെ പ്രത്യാഗമനമാണ്. ഇത് യേശുവിൻ്റെ പ്രബോധനമാണ്. എത്രയോ വചനങ്ങൾ കാണാൻ പറ്റും. നമുക്ക് എല്ലാ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ സമയം കിട്ടത്തില്ല. നാലാമത് സഭയുടെ സാക്ഷ്യമാണ്. പരിശുദ്ധ സഭ എന്താ പറയുന്നത്? കത്തോലിക്ക സഭയുടെ മതബോധനം 673-ാമത്തെ ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുകയാണ്. എന്താ സഭ പറയുന്നത്? സ്വർഗാരോഹണത്തിന് ശേഷം ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ ആഗമനം പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല, എങ്കിലും ആസന്നമായിരിക്കുന്നു. യുഗാന്തത്തിലുള്ള ആഗമനവും അതിനു മുമ്പ് ഉണ്ടാകാനിരിക്കുന്ന അന്തിമ പരീക്ഷയും താമസിച്ചേക്കാമെങ്കിലും ഏത് നിമിഷത്തിലും ചരിത്രത്തിൽ ഇത് നിറവേറിയേക്കാം. ഏത് നിമിഷത്തിൽ ഇത് നിറവേറിയേക്കാം. അപ്പോൾ നമ്മുടെ തലമുറയിൽ കർത്താവ് വന്നാൽ നമ്മൾ ഒരുക്കമുള്ളവരാണോ? കർത്താവ് എന്ന് വരും അതല്ല നമ്മുടെ വിഷയം. ഈ തലമുറയിൽ കർത്താവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുക്കമുള്ളവരാണോ? നമ്മൾ അനേകർ ഒരുക്കിയിട്ടുണ്ടോ? നമ്മൾ സമൂഹങ്ങളെ സജ്ജമാക്കിയിട്ടുണ്ടോ? കുടുംബങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? ഈറ്റുനോവിൻ്റെ കാലം എന്നുള്ള ശുശ്രൂഷയുടെ ലക്ഷ്യം അതാണ്. ആത്മരക്ഷ, ആത്മാക്കളെ രക്ഷ, ഇവാഞ്ചലൈസേഷനാണ്. ഇതാണ് സഭയുടെ വിളി, സഭയുടെ കൃപയും ഇത് തന്നെയാണ്. അപ്പം സഭയുടെ സാക്ഷ്യം 1040-ാമത്തെ ഖണ്ഡിയിൽ വീണ്ടും തിരുസഭ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിൽ അന്ത്യവിധി ഉണ്ടാകും. എത്ര ഷാർപ്പാണ് തിരുസഭയുടെ പ്രബോധനങ്ങൾ! ഇത് സഭയുടെ സത്യപ്രബോധന. ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിൽ അന്ത്യവിധി ഉണ്ടാകും. അപ്പം കർത്താവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനമുണ്ട്, ആ പ്രത്യാഗമനത്തിൽ അന്ത്യവിധിയുണ്ട്. അപ്പം അന്ത്യവിധിയുണ്ട്, ഫൈനൽ ജഡ്ജ്മെന്റ്. അന്ത്യവിധി എന്നൊക്കെ പറയും തമാശയാണോ? കുട്ടിക്കളിയായിട്ടാണോ കാണുന്നത്?
നമ്മൾ വിശ്വസിച്ച് നമുക്ക് നല്ലത്, വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ നാശം. വേറെ ആർക്കും പങ്കില്ല സഹോദരങ്ങളെ. ഇത് വ്യക്തിപരമാണ്, ഇൻഡിവിജ്വലാണ്. നീ വിശ്വസിച്ചാൽ നിനക്ക് കൊള്ളാം, ഞാൻ വിശ്വസിച്ചാൽ എനിക്ക് കൊള്ളാം. വിശ്വസിച്ചില്ലേ എനിക്ക് നാശം, വിശ്വസിച്ചില്ലേ നിനക്ക് നഷ്ടം. ആർക്കും ഇതിൽ വേറെ പങ്കില്ല സഹോദരങ്ങളെ. ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റൂല, ആർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ പ്രത്യാഗമനം സഭയുടെ അടിസ്ഥാനമാര്, സഭയുടെ അപ്പോസ്തലന്മാരാണ്. മൂലക്കല്ല് ഈശോയാണ്. പൗലോസ്ലീഹ എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? പൗലോസ്ലീഹ തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5:23 വ്യക്തമായ സഭയോട് പറയുന്നുണ്ട്, സമാധാനത്തിന് ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണമായിരിക്കാനിടയാകട്ടെ. യേശുവിൻ്റെ പ്രത്യാഗമനത്തിൽ നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും പൂർണ്ണവും അവികലവുമായിരിക്കാൻ ഇടയാകട്ടെ. എത്ര കൃത്യമായ സന്ദേശമാണത്. ഇനി യോഹന്നാൻ ശ്ലീഹ എന്ന സഭയോട് പറയുന്നത്, യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 2:28 പരിശുദ്ധ വചനം പറയുന്നു, കുഞ്ഞുമക്കളെ, നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും അവന്റെ മുൻപിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി അവനിൽ വസിക്കുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൽ വസിക്കുക. നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ ലജ്ജിച്ചു പോകാതിരിക്കുക, നമുക്ക് ആത്മധൈര്യം ഉണ്ടാകാൻ നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കണം. ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് അവനിൽ വസിക്കണം. യാക്കോബ് ശ്ലീഹ എന്താ പറയുന്നത്? 5-ാം അധ്യായം 8-ാമത്തെ വചനം, യാക്കോബിന്റെ ലേഖനം 5:8, നിങ്ങളും ക്ഷമയോടിരിക്കുവിൻ, ദൃഢചിത്തരായിരിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ ആഗമനം അടുത്തിരിക്കുന്നു. കർത്താവിന്റെ ആഗമനം അടുത്തിരിക്കുന്നു. അപ്പോൾ സഹോദരങ്ങളെ, എന്തിനാണ് ഇവാഞ്ചലൈസേഷൻ? എന്തിനാ സുവിശേഷവൽക്കരണം? പത്രോസ് ശ്ലീഹ പറഞ്ഞു, കർത്താവിൻ്റെ ആഗമനത്തെ നിങ്ങൾ ത്വരിതപ്പെടുത്തുക. കർത്താവിൻ്റെ പ്രത്യാഗമനത്തെ ത്വരിതപ്പെടുത്തുവാനുള്ള വഴിയാണ് സഹോദരങ്ങളെ ഇവാഞ്ചലൈസേഷൻ. കർത്താവിനായി ആത്മാക്കളെ നേടുക, എണ്ണം തികയ്ക്കുക, വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറയ്ക്കുക. ഈ കൊയ്ത്ത് കാലത്ത് ഉറങ്ങിയിരിക്കാതെ, മടിപിടിച്ചിരിക്കാതെ, അലസരാകാതെ, അനാസ കാണിക്കാതെ, ശുഷ്കാന്തി കെട്ടുപോകാതെ, സമർപ്പണബോധത്തോടെ, ആത്മശക്തിയോടെ, ധീരതയോടെ കാലഘട്ടത്തിന് അഭിഷേകം പ്രാപിച്ച് അനേകം ആത്മാക്കളെ ഈശോയ്ക്കായി നേടുവാൻ, സഭയ്ക്കായി നേടുവാൻ, ലോകത്തെ സുവിശേഷവൽക്കരിക്കാൻ, സഭയെ നവീകരിക്കുവാൻ, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും അവരെ വീണ്ടെടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ തീപന്തങ്ങളായി അവരെ കത്തിച്ചൊലിപ്പിക്കുവാൻ ഈ കാലഘട്ടത്തിൽ സ്വർഗ്ഗം നമ്മെ വിളിച്ചിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈറ്റുനോവിൻ്റെ കാലം ലോക സുവിശേഷവൽക്കരണത്തിനുള്ള കാലമാണ്, സമയമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക. നമ്മൾ വ്യക്തിപരമായൊരു സമർപ്പണം നടത്തുക, കുടുംബമായി മുന്നോട്ട് വരിക. പറ്റുന്ന ഇടങ്ങളിൽ, പറ്റുന്ന സമയങ്ങളിൽ കഴിയുന്നതുപോലെ നമ്മുടെ സാധ്യതകൾ, നമ്മുടെ അവസരങ്ങൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കഴിവുകൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സ്വാധീനങ്ങൾ, ഇതെല്ലാം ഉപയോഗിച്ച് കർത്താവിന് സാക്ഷ്യം കൊടുക്കുക, വചനത്തിന് സാക്ഷ്യം കൊടുക്കുക, ഇവാഞ്ചലൈസേഷൻ നടത്തുക, നമ്മുടെ വിശ്വാസം കൈമാറുക. അത് ലജ്ജിക്കരുത്. അഭിമാനബോധത്തോടെ, വലിയ ആനന്ദത്തോടെ, ആഘോഷത്തോടെ നമ്മളത് എൻജോയ് ചെയ്ത് നമ്മൾ കർത്താവിന് വിറ്റ്നസ് ചെയ്യുമ്പോൾ ഈ തലമുറയിൽ അനേകർ ഈശോയെ കണ്ടുമുട്ടുവാനും നിത്യജീവൻ സ്വന്തമാക്കാനും ദൈവം ഇടവരുത്തും. സഹോദരങ്ങളെ, അതിനായി നമുക്ക് ഒരു സമർപ്പണത്തിന് തയ്യാറാകാം. കർത്താവ് നൽകുന്ന ഈ വിളിയോട് യെസ് പറഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും നമ്മുടെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആർ യു റെഡി? സാർ കേൾക്കുന്നില്ലല്ലോ. നിങ്ങളിതിന് തയ്യാറാണോ? നമ്മൾ തയ്യാറാണോ? കർത്താവ് തരുന്ന ഈ മിഷൻ കോളിനോട് യെസ് പറയാൻ റെഡിയാണോ? എങ്കിൽ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഒരൽപ്പൂടെ സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. നാളെ നമ്മുടെ ശുശ്രൂഷയുടെ സമാപന ദിനമാണ്. നാളെ ദ്വിതീയ പെന്തക്കോസ്ത, ഒരു പുതിയ പെന്തക്കോസ്തയ്ക്ക് നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ്. ഈ 40 ദിനങ്ങൾ അതിനുവേണ്ടി നമ്മൾ വിവിധ കാലത്തിൻ്റെ പ്രത്യേകതകളിലൂടെ ഒരുങ്ങി ഈ ഒരു ദിനത്തിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. സാധിക്കുന്നവരെല്ലാവരും പൂർണ്ണ കുമ്പസാരം നടത്തി മുഴുപാപങ്ങൾ ഏറ്റുപറഞ്ഞ്
നമ്മൾ പാപമോചനം സ്വീകരിച്ച് കർത്താവിൻ്റെ പ്രസാദവരത്തിലായിരിക്കുക. പറ്റുന്നവരൊക്കെ വെള്ള വസ്ത്രം ധരിച്ച്, അതൊരു ബാഹ്യമായ അടയാളമാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ, പുതിയ അഭിഷേകത്തെ ഏറ്റെടുക്കുവാൻ, അങ്ങനെ പരിശുദ്ധാത്മ അഭിഷേകത്തോടെ ലോകത്ത് ഇവാഞ്ചലൈസ് ചെയ്യാൻ, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാൻ, സഭയെ പടുത്തുയർത്താൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ നമുക്ക് നിത്യതയ്ക്കായി നേടുവാൻ നമുക്കൊരു പുതിയ അഭിഷേകം, വീര്യമുള്ള ഒരു പുതിയ വീഞ്ഞ് നമ്മുടെ മേൽ കർത്താവ് ഒഴിക്കാൻ പോവാണ്. ഈ കാലഘട്ടത്തിന് ആവശ്യമായി പുത്തൻ അഭിഷേക തൈലത്താൽ നമ്മുടെ ശിരസ്സുകൾ, നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് പൂശാൻ പോവാണ്, മുദ്ര ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങണം. പരിശുദ്ധ അമ്മയോട്, വിശ്വാസപിതാവിനോടൊക്കെ ചേർന്ന് നന്നായി ഒരുങ്ങുക. ധാരാളം നിങ്ങൾ പറ്റിയത് ജപമാല ചൊല്ലുക, കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. നാളത്തെ ശുശ്രൂഷയിൽ വരുമ്പോൾ കൊച്ചു കൊച്ചു പരിത്യാഗങ്ങളൊക്കെ എടുത്ത് നിങ്ങളെല്ലാവരും ധാരാളം പേരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. പലരും ഒരു ദിവസം പോലും പങ്കെടുക്കാത്തവരുണ്ട്. നിങ്ങളിതിൻ്റെ ലിങ്കുകളും പോസ്റ്ററുകളൊക്കെ അനേകർക്ക് നാളെയെങ്കിൽ അയച്ചു കൊടുക്കണം. ഇന്നിവിടെ നിന്ന് അയച്ചു തരുമ്പോൾ അതെല്ലാവർക്കും അയച്ചു കൊടുക്കുക. അങ്ങനെ 10,000 പങ്കെടുത്ത് കർത്താവിൻ്റെ അഭിഷേകത്താൽ കാലഘട്ടത്തിൻ്റെ കൃപാവരങ്ങളിൽ നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തയ്യാറല്ലേ? റെഡിയല്ലേ? അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച്, അതിൽ ബഹുമാനപ്പെട്ട സമർപ്പിതരെ ഒരുമിച്ച് ആ സമൂഹങ്ങളിലായിരുന്ന് നമുക്ക് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ നവമായ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുകയും ഈ അഭിഷേകം സ്വന്തമാക്കുകയും ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സഹോദരങ്ങളെ, ജൂൺ മാസം 30-ാം തീയതി മുതൽ ജൂലൈ മാസം 5-ാം തീയതി വരെ ടീം ഷക്കീനയുടെ നേതൃത്വത്തിൽ ഡുനാമിസ് പവർ റിട്രീറ്റ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് പങ്കെടുക്കാം, വൈദികർക്ക് പങ്കെടുക്കാം, യുവജനങ്ങൾക്ക് ഒരു കോമൺ റിട്രീറ്റ് ആണ്. ഇതൊരു ഗ്രോത്ത്, വളർച്ചാ ധ്യാനമാണ്. കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കും വേണ്ടി കാലഘട്ടത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച് അന്ത്യകാല പ്രേക്ഷിതരായി ആത്മരക്ഷയ്ക്ക്, ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് ഉണർത്തുന്ന, പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെ രൂപപ്പെടുത്തുന്ന ഒരു ശക്തമായൊരു ഒരു ശുശ്രൂഷയാണ് ഡുനാമിസ് പവർ റിട്രീറ്റ്. ഈ കാലഘട്ടത്തെ ഉണർത്തുവാൻ വേണ്ടി സ്വർഗം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നൊരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മടി കൂടാതെ സന്തോഷത്തോടെ ശുശ്രൂഷയിലേക്ക് വരിക. ടീം ഷക്കേനയിൽ ബഹുമാനപ്പെട്ട വൈദികരെ, അഭിയുന്ന പിതാക്കന്മാരുണ്ട്. അഭിയുന്ന പിതാക്കന്മാരൊക്കെ ആ ശുശ്രൂഷയിൽ കടന്നു വരും. പല വൈദികർ വരും. അതുപോലെ ടീം ഷക്കേന അൽമായ പ്രേക്ഷിതരെ, ഞാനും കൂടെയുള്ള മറ്റ് സഹോദരങ്ങളൊക്കെ അവിടെ 5 ദിവസം താമസിച്ചാണ്. നമുക്ക് പരസ്പരം കാണാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം, ഒന്നിച്ച് ആരാധിക്കാം. അങ്ങനെ ഒരു കൂട്ടായ്മയായി കാലഘട്ടത്തിന് അഭിഷേകം പ്രാപിച്ച് അന്ത്യകാല പ്രേക്ഷിതരായി കർത്താവിന് സഭയ്ക്കുമായി നമുക്ക് കത്തിച്ചൊലിക്കാം. അതിന് ദൈവം നമ്മളെ സഹായിക്കുന്ന, അതിനായി നമ്മളെ സജ്ജമാക്കുന്ന ശുശ്രൂഷയാണ് ഡുനാമിസ് പവർ. നിങ്ങൾ ഈ ഫോൺ നമ്പറുകളിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. കുടുംബമായി വരിക, മക്കളെ പറഞ്ഞയക്കുക, മടി കൂടരുത്, യുവജനങ്ങളെ പറഞ്ഞയക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ, നമ്മുടെ വെബ്സൈറ്റിലും shekinah.tv വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാം, ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താൻ പറ്റും. നിങ്ങളെ സാധ്യത നിങ്ങളെല്ലാവരും പ്രയോജനപ്പെടുത്തണം. അതുപോലെ സഹോദരങ്ങളെ, നമുക്കറിയാം ഷെക്കേന ന്യൂസിന് നമ്മുടെ യൂട്യൂബ് ചാനൽ അത് ഹാക്ക് ചെയ്യപ്പെട്ടു. പക്ഷെ പോരാ, നമുക്ക് അതിൻ്റെ കുറച്ചൊക്കെ നമുക്ക് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ നഷ്ടപ്പെട്ടു പോയി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അത് വലിയൊരു സുവിശേഷ വേലയാണ്. നമുക്ക് വലിയൊരു സപ്പോർട്ടാണ് സഹോദരങ്ങളെ. മറ്റൊരു പരസ്യങ്ങളും മറ്റൊരു വരുമാന മാർഗവും നമുക്ക് യൂട്യൂബ് ചാനലിൽ കിട്ടുന്നില്ല. അതൊക്കെ നമ്മൾ സൗജന്യമാണ്. നിങ്ങൾ ഷെക്കേനയുടെ യൂട്യൂബ് ചാനൽ നോക്കി അറിയാൻ പറ്റും, പരസ്യങ്ങളൊന്നും തന്നെ ഇല്ല. അത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അനേകരിലേക്ക് ഇതിൻ്റെ പ്രോഗ്രാമിൽ ശുശ്രൂഷകൾ എത്തുകയാണ്. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഷെക്കേന ന്യൂസിന് അവിടെ കൃത്യത കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ പ്രസ് ചെയ്യുക, ബട്ടൺ അമർത്തുക, അനേകരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇവിടെ നിന്ന് അയക്കുന്ന ഈ യൂട്യൂബ് ലിങ്കുകളൊക്കെ നിങ്ങൾ അനേകർക്ക് അയച്ചു കൊടുക്കണം. മടി കൂടരുത്. നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ ഫ്രണ്ട് സർക്കിളിലേക്ക്, നമ്മുടെ പല ഗ്രൂപ്പുകളിലേക്ക്, എന്തോരം ആയിരക്കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ നമുക്കുണ്ട്. ഈ ഗ്രൂപ്പുകളിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. അത് വലിയൊരു ഇവാഞ്ചലൈസേഷനാണ്. അങ്ങനെ നമുക്ക് ഈ കാലഘട്ടത്തിൽ കർത്താവിന് സഭയ്ക്കുമായിട്ട് നമ്മുടെ ഷെക്കേന ന്യൂസിൻ്റെ ഈ പ്രോഗ്രാമുകൾ, ശുശ്രൂഷകളെ വളർത്തിയെടുക്കാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. അതുപോലെ സഹോദരങ്ങളെ, ഞാൻ പല പ്രാവശ്യം പറയുന്നൊരു കാര്യമാണ്, നിങ്ങളിതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരി പ്രാർത്ഥന നമുക്ക് ആവശ്യമുണ്ട്, ഒരുപാട് പ്രാർത്ഥന ആവശ്യമുണ്ട്. നമ്മൾ പല ക്ലേശങ്ങൾ നമുക്കുണ്ട്, പല ശുശ്രൂഷകളും പല പ്രോഗ്രാമുകളും പല വാർത്തകളും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ക്ലേശങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു സ്വർഗസ്നായ ഒരു നന്മ നിറഞ്ഞ മറിയെങ്കിലും ചൊല്ലി, ഒരു വിശ്വാസപ്രമാണം ചൊല്ലി നിങ്ങൾ നമ്മുടെ മാധ്യമ പ്രവർത്തനങ്ങളെ ബലപ്പെടുത്തുക, ശക്തിപ്പെടുത്തണം. അതുപോലെ സഹോദരങ്ങളെ, കഴിയുന്നതുപോലെ നിങ്ങൾ സഹായിക്കണം. പലരും ഇങ്ങോട്ട് നമ്മുടെ മീഡിയയിലേക്കൊക്കെ വന്ന് അവരിതെല്ലാം കണ്ട് ഈശോയിൽ നന്ദി പറയാറുണ്ട്.
നമ്മുടെ ക്യാൻറ്റീൻ പ്രവർത്തനങ്ങൾ ഞാൻ നാളുകളായിട്ട് ഇത് മുടങ്ങിക്കെടുക്കുകയായിരുന്നു. ഇപ്പോൾ പതുക്കെ ആരംഭിക്കുകയാണ്. കുറച്ച് പേരൊക്കെ കുറച്ച് കൊച്ചു കൊച്ചു സഹായങ്ങളൊക്കെ തന്നു. നിങ്ങൾ ധാരാളം പേര് വരണം. നമുക്കൊരു 4-5 മാസത്തിൻ്റെ ഉള്ളിൽ ആ പണിയെല്ലാം പൂർത്തീകരിച്ച് നമുക്കത് ഈശോയ്ക്ക് സഭയ്ക്കുമായി സമർപ്പിക്കണം. നിങ്ങൾ സാധിക്കുന്നത് പോലെ ഞെരുക്കത്തിന് കഷ്ടതയിലാണെങ്കിൽ ചിലർ 5,000 തന്നവരുണ്ട്, ചിലർ 50,000 തന്നു, ചിലർ 1,00,000 രൂപ തന്നു, ചിലർ 10,000 തന്നു. അങ്ങനെ പലരും പല വിധത്തിലൊക്കെ കുറച്ചൊക്കെ സഹായങ്ങൾ തന്നു. ഇനി ഇതുപോലെ സഹായങ്ങൾ വരണം. അതുപോലെ നമുക്ക് ഓരോ മാസം ഭീമാകരമായ ചിലവുകളുണ്ട്. നമുക്ക് നമ്മുടെ ശുശ്രൂഷകർക്ക്, നമ്മുടെ കൂടെയുള്ളവർക്ക് ഒക്കെ ടെക്നിക്കൽ സ്റ്റാഫുകളാണ്, അവർക്ക് കൃത്യമായ സാലറികൾ കൊടുക്കണം. ഇതിൻ്റെ സാറ്റലൈറ്റ് റെൻറ്റ്, അതുപോലെ തന്നെ നമുക്ക് പുതിയ പുതിയ എക്യുപ്മെൻറ്റ്സിൽ അപ്ഡേഷൻസ് വരണം. ഇതിനൊക്കെ സഹോദരങ്ങളെ വലിയ ഭാരിച്ച ചിലവുകളാണ്. നമുക്ക് യാതൊരു വരുമാന മാർഗങ്ങളില്ല, പരസ്യങ്ങളില്ല. കർത്താവിൻ്റെ പരിപാലനം കൊണ്ട് മാത്രം പോവാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എൻ്റെ അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, ബഹുമാനപ്പെട്ട സമർപ്പിതരെ, പ്രൊവിൻഷ്യൽ ടീമൊക്കെ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്ന പോലെ സഹായിക്കണം. ഒത്തിരി ഞെരുക്കവും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്, മറ്റൊന്നിനു വേണ്ടിയല്ല. നിങ്ങൾ തരുന്ന ഒരു 5 പൈസയാണെങ്കിൽ അത് കർത്താവിൻ്റെ ശുശ്രൂഷകൾക്ക് ഇവാഞ്ചലൈസേഷന് വേണ്ടി മാത്രമാണ് ഇവിടെ ചിലവഴിക്കുന്നത്, വേറെ മറ്റൊന്നിനും ഇവിടെ ചിലവഴിക്കുന്നില്ല. അതുപോലെ പറ്റുന്നതുപോലെ നിങ്ങൾ ഈ ആലയത്തിലോട്ട് വരണം, ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കാണണം. ഇവിടെ 2-3 അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ താമസിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വേൾഡ് ഇവാഞ്ചലൈസേഷന് വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിനൊക്കെയുള്ള കൊച്ചു കൊച്ചു സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. 24 മണിക്കൂർ മധ്യസ്ഥ പ്രാർത്ഥന, പരിശുദ്ധ കുർബാനയുടെ തിരുമുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ചാപ്പലുണ്ട്, നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥിക്കാൻ കർത്താവ് വിളിച്ചവർ, തിരഞ്ഞെടുത്തവരൊക്കെ മുന്നോട്ട് വരിക. ഇനി സഭയ്ക്ക് വേണ്ടി മാത്രമുള്ളൊരു പരിഹാര ചാപ്പൽ ആരംഭിക്കാൻ പോവാണ്. അതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യണം. സഭയ്ക്ക് വേണ്ടി മാത്രമായി പ്രാർത്ഥിക്കുന്ന ഒരു പരിഹാര ചാപ്പൽ എൻ്റെ സഹോദരങ്ങൾ, ഈ കാലഘട്ടത്തിൽ വലിയൊരു ആവശ്യമാണത്. കർത്താവിൻ്റെ സഭയുടെ നവീകരണത്തിനും വിശുദ്ധീകരണത്തിനും സഭ ശക്തിപ്പെടുവാനും പടുത്തുയർത്തപ്പെടുവാനുമായി നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, നമ്മുടെ അഭിനയ പിതാക്കന്മാർക്കൊക്കെ വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ക്രമീകരണങ്ങൾക്ക് വരികയാണ്. നിങ്ങളതിനൊക്കെ പ്രാർത്ഥിക്കണം, പറ്റുന്ന പോലൊക്കെ സഹായിക്കണം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിക്കാം. നാളെ നമ്മുടെ അവസാന സമാപന ശുശ്രൂഷയാണ്. എല്ലാവരും നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി പറഞ്ഞതുപോലെ സാധിക്കുന്ന നല്ല വെള്ളവസ്ത്രമൊക്കെ ധരിച്ച്, കുടുംബത്തിലാണെങ്കിൽ മടി വിചാരിക്കരുത്, അലസത പാടില്ല. നമ്മൾ വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് അപ്പൻ അമ്മയും മക്കൾ ഒരുമിച്ച് നമുക്ക് ഒരു മനസ്സോടെ ദൈവവചനം കേട്ട് പെന്തക്കോസ്തയുടെ അഭിഷേകം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം.